ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഞാനാണ് സോഴ്സ്. അല്ല, ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റ്, ഞാൻ ഈ ലെക്ചർ തരുന്നു, അപ്പം ഞാൻ സംസാരിക്കുന്നതാണ് നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങളത് കേൾക്കുന്നു അല്ല, അപ്പം നിങ്ങളാണ് ഇവിടുത്തെ റിസീവർ എന്ന് പറയുന്നത്. അപ്പം ഞാനാണ് ഇവിടുത്തെ സോഴ്സ്, നിങ്ങളാണ് ഇവിടുത്തെ റിസീവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ട്രാൻസ്മിറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ മെസ്സേജ് എന്ന് പറയുന്ന സിഗ്നൽസ് അല്ലെ, ഓഡിയോ സിഗ്നൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റിസീവ് ചെയ്താൽ എടുക്കുന്നത്. അല്ല, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് എന്ത് മീഡിയം വഴിയാണ്? ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ പറ്റും. അതായത് ബൈ സ്പേസ് അല്ലേ, നമ്മുടെ ഈ സ്പേസ് വഴിയാണ് ആ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് ആണല്ലോ. അപ്പം ദിസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിലെ മെയിൻ 3 വൈറ്റൽ പാർട്സ് എന്ന് പറയുന്നതാണ് വി നീഡ് എ സോഴ്സ്, വി നീഡ് എ ചാനൽ ത്രൂ വിച്ച് ദ സിഗ്നൽ പാസസ്. അതിപ്പോൾ എയർ ആവാം. ഇല്ല, ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മൊബൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതും സ്പേസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, സ്കൈവേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, വയ സാറ്റലൈറ്റ്, അതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ല, വേറൊരു മോഡ് എന്ന് പറയാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ കാണും. ലാൻഡ് ഫോണിൽ വരുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അല്ലേ വരുന്നത്. ആ ഫൈബറിൻ്റെ അകത്ത് വഴി നമ്മുടെ സിഗ്നൽസ് ലൈറ്റ് എനർജി ആയിട്ടല്ലേ വരുന്നത്. അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 12th ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്, അതിൻ്റെ കോർ എന്താണ്, ക്ലാഡിംഗ് എന്താണ്, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അത് ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് ഈ ചാനൽ പറയുന്നത്. അപ്പോൾ ചാനൽ ഈസ് ബേസിക്കലി മീഡിയം ത്രൂ വിച്ച് എൻ്റെ സിഗ്നൽ വിൽ ബി പ്രൊപ്പഗേറ്റിംഗ് ഫ്രം ദ സോഴ്സ് ടു ദി റിസീവർ എന്ന് പറയുന്നത്. ഇനി ഈ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ഫൈനലി എത്തേണ്ടത് എന്താണ്? റിസീവർ സൈഡിൽ. റിസീവർ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജ് എന്താണോ ആ മെസ്സേജിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. ഈ ചാനൽ വഴി പാസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തോ പറ്റും, എക്സ്റ്റേണൽ നോയ്സ് ഒക്കെ വരും. അല്ല, അപ്പോൾ നോയ്സും കൂടെ വന്ന് കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്ന റിസീവറിൽ കിട്ടുന്ന സിഗ്നലിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എൻ്റെ ആക്ച്വൽ മെസ്സേജിനെ എടുക്കണം. എന്നിട്ട് നോയ്സിനെ കളയും ചെയ്യണം. മനസ്സിലാവും? അപ്പോൾ ഇതാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയാൽ ഫസ്റ്റ് വരുന്നതാണ് സോഴ്സ്. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നതാണ് എൻ്റെ ആക്ച്വൽ മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മെസ്സേജ് വിൽ ബി ഗിവൺ ടു സംതിങ് കോൾഡ് ആസ് എ ട്രാൻസ്മിറ്റർ. ഓക്കെ, ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ നമുക്കൊരു ആൻറ്റിന ആയിട്ട് വിചാരിക്കാം. ഓക്കെ, അതൊരു ആൻറ്റിനയാണ്. അപ്പോൾ ഈ എന്ത് ചെയ്യും? ഇവിടെ വരുന്ന മെസ്സേജിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സർട്ടൺ ഈ മെസ്സേജിലെ ഫുൾ കമ്പോണൻറ്റ് വേണ്ട, ഏതെങ്കിലും ചില പോർഷൻസ് മാത്രം എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിനെ മാത്രം എനിക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഓക്കെ, ഈ സിഗ്നൽ എനിക്ക് കംപ്രസ് ചെയ്യാം, മോഡുലേറ്റ് ചെയ്യാം. മോഡുലേറ്റ് എന്താ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ദീസ് പ്രോസസ്സസ് വിൽ ബി ഡൺ ബൈ ദി ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. അല്ല, ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇതിപ്പോൾ എന്താണ്? റിസീവറാണ്. അപ്പോൾ റിസീവർ ആൻറ്റിന ഉണ്ടാവും. ആൻറ്റിന എന്താ ചെയ്യുന്നത്? ഒരു സംഭവം ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പോൾ രണ്ട് ആൻറ്റാസും അല്ലേ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ഈ പറയുന്ന ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 മോഡ്സ് പ്രൊപ്പഗേഷൻ പറ്റും നമുക്ക്. അതായത് 3 കൈൻഡ്സ് ഓഫ് ചാനൽസ് പോസിബിൾ ആണ്. ഫസ്റ്റ് കേസ് എന്താണ്? ഇപ്പം നമ്മൾ സപ്പോസ് ചാനൽ യൂസ് ചെയ്യുന്നത് സിമ്പിൾ വയറാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു വയറോ കേബിളോ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സപ്പോസ് വി ആർ യൂസിങ് റേഡിയോ വേവ്സ്. അതായത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ അത് റേഡിയോ കമ്മ്യൂണിക്കേഷനാണ്. കാരണം ഈ ഫോണിൽ നിന്ന് നമ്മൾ ഓഡിയോ കൺവേർട്ടായി, നമ്മൾ സംസാരിക്കുന്ന ഓഡിയോ ഫോൺ വഴി കൺവേർട്ടായി അത് ഓരോ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവർ സൈഡിൽ പോകുന്നത്. മനസ്സിലായോ? നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഓഡിയോ സിഗ്നലാണ്. ആ ഓഡിയോ സിഗ്നലിനെ നമ്മുടെ മൊബൈൽ എന്ത് ചെയ്യും? അത് കൺവേർട്ട് ചെയ്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് റേഡിയോ വേവ്സ് എന്ന്. ഓക്കെ, നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ലേ? അല്ലെ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ടാവും. അതായത് ഫ്രീക്വൻസി റേഞ്ച് 10⁻⁴, 10⁻⁴, അങ്ങനെ എക്സെട്ര അപ്പ് ടു പോകും. നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഹേർട്സ് ഉണ്ട്, നമുക്ക് മെഗാ ഹേർട്സ് ഉണ്ട് അല്ലേ, കിലോ ഹേർട്സ് ഉണ്ട്, മെഗാ ഹേർട്സ് ഉണ്ട്, ജിഗാ ഹേർട്സ് ഉണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് കൊടുത്തേക്കുന്നതാണ്. അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെ റേഡിയോ വേവ്സ് ഉണ്ടാവും, ഗാമ റേസ് ഉണ്ടാവും, അതേപോലെ മൈക്രോവേവ്സ് ഉണ്ടാവും. ഓക്കെ, വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഈ ഫുൾ സംഭവത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ദിസ് ഇസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിനകത്ത് ഇട്ടേക്കുന്നത് പല ഫ്രീക്വൻസി വാല്യൂസ് ഇട്ടാവും. ആ ഓരോ ഫ്രീക്വൻസീസും എന്ത് വേവ്സിന് കറസ്പോണ്ടിങ് ആണെന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ റേഡിയോ വേവ്സ് ഒരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, റേഡിയോ വേവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മോഡ് ഓഫ് ചാനലിൽ നമ്മൾ എന്ത് പറയും? റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ പറയുന്നത് ലൈറ്റ് വേവ്സ്. ഞാൻ പറഞ്ഞില്ല ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കേസിൽ അവിടെ ലൈറ്റ് വേവ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ആ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദി ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ലൈൻ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് 3 ടൈപ്സ് വരുന്നത്. അപ്പോൾ
ഇപ്പോൾ ചാനൽ അതിനനുസരിച്ച് നമുക്ക് മാറും. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചാനൽ എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, അതൊരു മീഡിയമാണ് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് സിഗ്നൽ ഫ്രം വൺ പാർട്ട് ടു അനദർ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി റിസീവ് ചെയ്യുന്നത് എന്താണ്, റിസീവറാണ്. അപ്പോൾ റിസീവറും ഒരു ആൻറ്റിനയാണ്. ഇപ്പോൾ ഈ സിഗ്നൽ റിസീവ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ചാനൽ വഴി പാസ് ചെയ്യുന്ന സമയത്ത് ആരും കൂടെ വരും, നോയ്സും കൂടെ വരും. അപ്പോൾ നോയ്സിൻ്റെ ഇൻ്റർഫറൻസ് കാരണം ഈ വരുന്ന, ഓക്കെ, ഇവിടുന്ന് ഒരു സപ്പോസ് മെസ്സേജ് കൊടുക്കുകയാണ്, ആ മെസ്സേജിന് ഞാൻ എം എന്ന് പറയാണ്, ആൻഡ് ഈ എററായിട്ട് വരുന്ന നോയ്സിന് ഞാൻ ഇ എന്ന് പറയാണ്, എറർ സിഗ്നൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൻ്റെ ഔട്ട്പുട്ട് എം പ്ലസ് ഇ അല്ലേ കിട്ടാൻ പോകുന്നത്, ആ മെസ്സേജിൻ്റെ കൂടെ എറർ കൂടെ ഉണ്ടാവും. അപ്പം നമ്മുടെ റിസീവർ എന്ത് ചെയ്യണം, റിസീവർ ഈ റിസീവ് ചെയ്ത സിഗ്നലിൽ നിന്ന് ഈ എററിനെ മാത്രം നമ്മൾ ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് എൻ്റെ മെസ്സേജ് മാത്രമേ കിട്ടാവൂ, എൻ്റെ പ്യുവർ ഫോം ഓഫ് മെസ്സേജ് മാത്രമേ കിട്ടാവൂ. അപ്പോൾ അതാണ് റിസീവറിൻ്റെ പർപ്പസ്. ഓക്കെ, ഇപ്പോൾ റിസീവറിൻ്റെ പർപ്പസ് നോക്കി ടു റിമൂവ് ദി നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻസ് ആൻഡ് ഹെൻസ് എക്സ്ട്രാക്ടിങ് ദി മെസ്സേജ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ മോഡുലേഷൻ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മോഡുലേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ബൈ ഡെഫിനേഷൻ ലിറ്ററലി പറയുകയാണെങ്കിൽ സപ്പോസ് വി ഹാവ് എ മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന സിഗ്നൽ. ദാറ്റ് സിഗ്നൽ ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് ബൈ ദ റിസീവർ. ഓക്കെ, അങ്ങനത്തെ ഒരു മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ എൻ്റെ സോഴ്സ് സിഗ്നൽ പറയാണ്. ഓക്കെ, സോ ഈ മെസ്സേജ് സിഗ്നലിനെ ഇപ്പോൾ സപ്പോസ് ഈ സിഗ്നൽ ഒരു ലോ ഫ്രീക്വൻസി ആണെങ്കിൽ കുറച്ച് ദൂരം ഇത് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ സിഗ്നൽ വീക്കെൻഡ് ആവും അല്ലെങ്കിൽ അറ്റ്യൂനേറ്റഡ് ആവും, നമ്മൾ പറഞ്ഞിരുന്നില്ലേ അല്ലേ? ഇപ്പോൾ ഈ സിഗ്നലിനെ ഇപ്പം ഞാൻ പറയാണ്, സപ്പോസ് ട്രാൻസ്മിറ്റിംഗ് ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് റിസീവിങ് പോയിന്റിലോട്ട് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് എൻ്റെ ഈ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു, ആ സിഗ്നൽ വിൽ ബി ഗെറ്റിംഗ് അറ്റൻവേറ്റഡ്. ഓക്കെ, പക്ഷെ അങ്ങനെ അറ്റൻവേറ്റഡ് ആവാൻ പാടുണ്ടോ? അല്ലേ? ഇപ്പോൾ ഈവൻ ഇഫ് ഇറ്റ്സ് എ ലോ ഫ്രീക്വൻസി സിഗ്നൽ, ആ മെസ്സേജ് എന്താണോ ഇറ്റ് ഹാസ് ടു ബി റിസീവ്ഡ് അറ്റ് ദി റിസീവർ സൈഡ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിഗ്നലിൽ അറ്റൻവേറ്റഡ് ആവാണ്ട്, അതായത് ഈ മെസ്സേജ് സിഗ്നലിനെ എങ്ങനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ റിസീവർ സൈഡിൽ റിസീവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ ടെക്നിക്കാണ് നമ്മൾ ഈ പറയുന്ന മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ബേസിക്കലി നമുക്ക് 3 മോഡുലേഷൻ സ്കീംസ് ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ആസ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, വി ഹാവ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ AM. ഓക്കെ, വി ഹാവ് ഫ്രീക്വൻസി മോഡുലേഷൻ FM ആൻഡ് വി ഹാവ് ഫേസ് മോഡുലേഷൻ PM. ഓക്കെ, അല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതായത് നമുക്ക് AM വരും, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സ്കീമുണ്ട്, നമുക്ക് ആംഗിൾ മോഡുലേഷൻ സ്കീമുണ്ട്. ആംഗിൾ മോഡുലേഷൻ്റെ 2 ടൈപ്പാണ് ഈ പറയുന്ന ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എഗെയിൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറയുന്ന സിഗ്നലിനെ, ഈ പറയുന്ന മെസ്സേജ് സിഗ്നലിനെ അറ്റൻവേറ്റഡ് ആവാണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യിപ്പിച്ച് റിസീവർ സൈഡിൽ കൊണ്ടുപോകണം. അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ ഒരാളുണ്ട്. ഓക്കെ, ഒരാളുണ്ട്, ഇപ്പോൾ ഇയാൾ എന്താ, നമ്മളിപ്പോൾ ട്രിവാൻഡ്രം. ഓക്കെ, ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ നമ്മൾ സപ്പോസ് കൊച്ചി വരെ പോവാണ്. ഓക്കെ, ട്രിവാൻഡ്രത്ത് നിന്ന് ഈ പറയുന്ന പുള്ളിക്കാരനെ നമ്മൾ നടത്തിക്കൊണ്ടുപോവാണ്. ഓക്കെ, ഇയാൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചി വരെ നടന്നു പോവാണ്. നടന്നു പോകുന്ന സമയത്ത് ലാസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് അയാളുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും അല്ലേ? ഇയാളുടെ എനർജി മൊത്തം ഡ്രെയിനായി അല്ലേ, അവസാനം വെയിലൊക്കെ കൊണ്ട് ഒരു കണ്ടീഷനിലായിരിക്കും നമ്മൾ കൊച്ചിയിലെത്താൻ പോകുന്നത്. അറ്റ് ദി സെയിം ടൈം സപ്പോസ് ഇയാളെ നടത്താണ്ട് ഞാനൊരു ബസ്സിൽ, ഒരു ടെമ്പോ ട്രാവലറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ നിർത്തിക്കൊണ്ട് ഇയാളെ കൊച്ചി വരെ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഇയാളുടെ എനർജി എന്ന് പറയുമ്പം ആദ്യം നടന്നു പോയതിനെ അപേക്ഷിച്ച് എനർജി കുറയത്തില്ല. ആൻഡ് ഹി വിൽ ബി സേഫ് അല്ലേ? ഇപ്പം മഴ വന്നാലും വെയിൽ വന്നാലും ഒക്കെ ഇയാൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് കേസിലോ നടന്നു പോകുന്ന സമയത്ത് വെയിലടിക്കും, കാറ്റ് വരും, ഒരു വണ്ടി ഒന്ന് ഇടിച്ചടിച്ചു അല്ലേ, അപ്പോൾ കുറേ ഇൻഡിഫറൻസസ് വരും. പക്ഷേ ബസ്സിലെടുത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഹീ സേഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹ്യൂമൻ എന്ന് പറയുന്ന, ഈ മനുഷ്യൻ എന്ന് പറയുന്ന മെസ്സേജ് ഇസ് സേഫ് ഫ്രം ഓൾ അതർ എക്സ്റ്റേണൽ ഇൻഡിഫറൻസസ്. എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്ന ആളിനെ നമ്മൾ എന്താ ചെയ്തേ, ഒരു ബസ് എന്ന് പറയുന്ന ഒരു കാരിയർ സിഗ്നലിൽ നമ്മൾ വെക്കുക ചെയ്തേ. മനസ്സിലായോ? അതായത് നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, ഈ ആളെ നമ്മൾ എന്ത് ചെയ്തു, ഈ ആളിനെ നമ്മൾ ഈ പറയുന്ന ബസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. സിമിലർലി ഈ പറയുന്ന സെയിം കണ്ടീഷൻ നിങ്ങൾ സിഗ്നലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ ഇമ്പോർട്ടൻസ് ഉള്ള ആളാരാണ്? ഹ്യൂമൻ ആണ്. സിമിലർലി കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എവിടെ നോക്കുന്നത്? നമ്മുടെ മെസ്സേജ് സിഗ്നലാണ് അല്ലേ? സോ ദിസ് ഇസ് മൈ മെസ്സേജ് സിഗ്നൽ. ഈ മെസ്സേജ് സിഗ്നലിനെ ചുമ്മാ ട്രാൻസ്മിറ്റ് ചെയ്താൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നോയ്സ് വന്ന് അതില്ലാണ്ടായി പോകും. ഓക്കെ, ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് അറ്റൻവേറ്റഡ്. അത് സംഭവിക്കാണ്ടിരിക്കാൻ ഈ മെസ്സേജ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് അലോങ് വിത്ത്, ഇവിടെ ബസ് പറഞ്ഞതുപോലെ, ദിസ് ഇസ് കോൾഡ് ആസ് എ കാരിയർ സിഗ്നൽ. ഓക്കെ, സോ മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നൽ എന്ന് പറയുമ്പോൾ, ഈ മെസ്സേജ് സിഗ്നൽ എന്താണ്? ലോ ഫ്രീക്വൻസി. ഈ കാരിയർ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ.
അപ്പോൾ ഇവരെ കമ്പൈൻ ചെയ്യിപ്പിച്ച് വി ഗെറ്റ് ഒരു കമ്പൈൻഡ് വേവ്. ഓക്കെ, മെസ്സേജ് സിഗ്നൽ ഒരു വേവ് ആണ്, കാരിയറും ഒരു സിഗ്നൽ ആണ്. ഇവരെ കമ്പൈൻ ചെയ്യിപ്പിച്ച് വി ഗെറ്റ് എ മോഡുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, വി ഗെറ്റ് എ മോഡുലേറ്റഡ് സിഗ്നൽ വിച്ച് വിൽ ബി ട്രാൻസ്മിറ്റഡ്. മനസ്സിലായോ? എന്നിട്ട് ഇനിയിപ്പോൾ ആലോചിക്കും, ഇതിപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിലേ ചെയ്തത്. ട്രാൻസ്മിറ്റർ സൈഡിൽ ഇവിടെ നോക്കി, ഇയാളെ ബസ്സിൻ്റെ അകത്ത് വിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി ഇയാളെ കൊച്ചി ചെയ്തപ്പോൾ എന്ത് പറ്റണം? ഇയാളെ ബസ്സിൽ നമ്മൾ ഇറക്കണ്ടേ? അതായത് ഇവിടെ നടക്കുന്ന നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ്. ഇവിടെ അയാൾ ബസ്സിൽ കയറി, അവിടെ നമ്മൾ അയാളെ ബസ്സിൽ നിന്ന് പുറത്തിറക്കണം. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആ ബസ്സിനെയും ആ ആളിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാതെടുത്തു. അതായത് ഇതിനെ നമ്മൾ സിനോണിമസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ ബസ് പറഞ്ഞ പോലെ ഇവിടുത്തെ കേസിൽ കരിയർ സിഗ്നലിനെയും നമ്മുടെ ആക്ച്വൽ മെസ്സേജിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് കരിയർ എന്താണ്? നമ്മൾ ഈ ബസ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ആണ്. ഈ മെസ്സേജിനൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ മെക്കാനിസം ആണ് ഈ പറയുന്ന കരിയർ സിഗ്നൽ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താ വേണ്ട? മെസ്സേജ്. ലാസ്റ്റ് ഈ മെസ്സേജ് ഷുഡ് ബി എക്സ്ട്രാക്റ്റഡ് ഔട്ട്. അപ്പോൾ മെസ്സേജിന് കാര്യമായിട്ടുള്ള അറ്റൻഷൻ ഒന്നും സംഭവിക്കാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ദിസ് ഇസ് ദി മോഡുലേഷൻ പ്രോസസ്. ഓക്കെ, മോഡുലേഷൻ ഇൻക്ലൂഡ്സ് ടു സിഗ്നൽസ്, ദ കരിയർ സിഗ്നൽ ആസ് വെൽ ആസ് ദി മോഡുലേറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ ദ മെസ്സേജ് സിഗ്നൽ. Okay, we have the message signal അല്ലെങ്കിൽ called as the modulating signal ആണ്. Modulated അല്ല, modulating. Along with the carrier signal we will be getting a modulated signal. മനസ്സിലായോ? Modulating plus carrier forms the modulated signal. Okay, അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മോഡുലേഷൻ്റെ പർപ്പസ് ഇതാണ്. ആൻഡ് നീഡ് ഫോർ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ്സ് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക. എന്തിനാണ് മോഡുലേഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് മോഡുലേഷൻ ചെയ്യുന്നതാണ് നമ്മൾ അറ്റൻഷൻ കുറയ്ക്കാൻ വേണ്ടി അല്ലേ. സോ ഇറ്റ് ഈസ് ഫോർ റെഡ്യൂസിങ് ദി നോയ്സ് എഫക്ട്സ്. നോയ്സിൻ്റെ എഫക്ട്സും ഡിസ്റ്റോർഷൻ എഫക്ട്സ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ദ വേവ് ഇസ് ആക്ച്വലി ദ സിഗ്നൽ, മെസ്സേജ് സിഗ്നൽ ഇസ് ആക്ച്വലി പ്രൊട്ടക്റ്റഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ കവറേജ് ഏരിയ. നമ്മൾ മോഡുലേഷൻ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെങ്കിൽ ഇവിടെ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ നിന്ന് 0.1 to 0.2 വരെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം അതിനുശേഷം അറ്റൻറ്റഡ് ആയി പോകും. പക്ഷേ ഈ വേവിനെ ഞാൻ മോഡുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ മൂവ് ടു എ വെരി ഫാദർ ഡിസ്റ്റൻസ്. അപ്പോൾ കവറേജ് ഏരിയ ഇംപ്രൂവ് അല്ലേ ചെയ്യുന്നത്, അല്ല നമ്മുടെ റേഞ്ച് കൂടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ഫോർത്ത് പോയിന്റ്. ആൻഡ് എന്ന് പറയുന്നത് റെഡ്യൂസസ് ദ ആൻറ്റിന സൈസ്. ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന സിഗ്നൽ ലോ ഫ്രീക്വൻസി ലോ പവർ ആണെങ്കിൽ പോലും, മനസ്സിലായോ, ആണ്, പക്ഷേ വി ക്യാൻ മോഡുലേറ്റ് ഇറ്റ്. അതുകൊണ്ട് അറ്റൻവേഷൻ സംഭവിക്കത്തില്ല. അറ്റൻവേഷൻ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇൻപുട്ടിൽ ലോ പവർ യൂസ് ചെയ്താൽ മതി. ഇൻപുട്ട് പവർ കുറവാണെങ്കിൽ യൂസ് ചെയ്യുന്ന ആൻറ്റിനയുടെ സൈസ് ചെറുതായാലും കുഴപ്പമില്ല. മനസ്സിലായി? അപ്പോൾ അതാണ് റെഡ്യൂസസ് ദ ആൻറ്റിന സൈസ്. പിന്നെ പറയുന്നത് സംതിങ് കോൾഡ് ആസ് മൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്ലെക്സ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കേസിൽ വി ഹാവ് എ ട്രാൻസ്മിറ്റർ. ഓക്കെ, എന്നിട്ട് വി ഹാവ് എ ചാനൽ ആൻഡ് വി ഹാവ് എ റിസീവർ സൈഡ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമുക്ക് പല ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് സിഗ്നൽസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് യൂസിങ് ദ സെയിം ചാനൽ. ഈ സെയിം ചാനൽ വഴി എൻ്റെ പല സിഗ്നൽസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അറ്റ് ദി സെയിം ടൈം ആൻഡ് ക്യാൻ ബി റിസീവ്ഡ്. മനസ്സിലായോ? അതെങ്ങനെ പോസിബിൾ ആവുന്നത്? കാരണം നമുക്ക് കാരിയേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഈവൻ ഇഫ് വി ഹാവ് ടു സിഗ്നൽസ്, നമുക്ക് രണ്ട് ഫ്രീക്വൻസി F1 എന്ന് പറയുന്ന രണ്ട് ഫ്രീക്വൻസീസ് ഉണ്ട്, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനെയും എനിക്ക് സെയിം ചാനൽ വഴി പാസ് ചെയ്ത് വരണം. പക്ഷേ സെയിം സിഗ്നൽ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ മിക്സപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ F1 എന്ന് പറയുന്ന മെസ്സേജ് സിഗ്നൽ ക്യാൻ ബി മോഡുലേറ്റഡ് യൂസിങ് അനദർ കാരിയർ ഫ്രീക്വൻസി FC1. ഒരു കാരിയർ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി FC1. അതിൻ്റെ കൂടെ ക്ലബ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് വൺ മോഡുലേറ്റഡ് സിഗ്നൽ വിച്ച് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. ആൻഡ് ഈ രണ്ടാമത്തെ ഫ്രീക്വൻസി ക്യാൻ ബി മോഡുലേറ്റഡ് യൂസിങ് യെറ്റ് അനദർ കാരിയർ സിഗ്നൽ FC2. FC2 plus F1 ചെയ്തിട്ട് വി ഗെറ്റ് അനദർ മോഡുലേറ്റഡ് സിഗ്നൽ. അല്ല, അപ്പോൾ ഈവൻ ഇഫ് നമ്മുടെ മെസ്സേജ് സെയിം ആണെങ്കിൽ പോലും അത് കാരണം കിട്ടുന്ന മോഡുലേറ്റഡ് സിഗ്നൽ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ സെയിം ചാനൽ വഴി പാസ് ചെയ്താലും അവർ തമ്മിൽ ആഡപ്പ് ഒന്നും ആവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൾട്ടിപ്ലെക്സിങ് പോസിബിൾ ആണെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് മോഡുലേഷൻ, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇവിടെ പറയേണ്ടത് ഒരു ഡെഫിനിഷനാണ്. ഓക്കെ, ഡെഫിനിഷൻ നിങ്ങൾ ഇതേപോലെ തന്നെ പറയാം. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് the amplitude of the carrier signal will be varied in accordance with the instantaneous amplitude of the message signal. Okay, ഈ ഡെഫിനിഷൻ ഇതേപോലെ നിങ്ങൾ പറയണം. എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യം ഗ്രാഫ് നോക്കേ. സോ ദിസ് നിങ്ങൾ ആദ്യം കാണിച്ചിരിക്കുന്നില്ലേ, സോ ദിസ് ഇസ് അവർ കാരിയർ സിഗ്നൽ. ഓക്കെ, ഇതാണ് നമ്മുടെ കാരിയർ സിഗ്നൽ വിച്ച് ഇസ് എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. നമ്മൾ ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? നമ്മൾ ഇലക്ട്രിക്കൽ പഠിച്ചതാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലുള്ള നമ്പർ ഓഫ് സൈക്കിൾസ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് 1 സെക്കൻഡ്. 1 സെക്കൻഡ് ആണെങ്കിൽ ഈ 1 സെക്കൻഡിലുള്ള നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് എൻ്റെ എന്ത് പറയുന്നത് ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ദിസ് ഇസ് സൈക്കിൾ 1 2 3 4 സൈക്കിൾസ് ആണ്.
ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടുത്തെ കേസ് നോക്കി, ഈ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അത് കുറേ സൈക്കിൾസ് ഉണ്ട്. സോ ദിസ് ഇസ് നോക്കിയേ, ഇത്രയും ഒരു ടൈം ലിമിറ്റ് പറയുന്നത് ഈ രണ്ട് സിഗ്നൽ കമ്പയർ ചെയ്ത് നോക്കിയേ. ഓക്കെ, സെയിം ടൈം പീരീഡിൽ ഇവിടെ ആകെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയുള്ളൂ, ഇവിടെ നോക്കിയേ 1 2 3 4 5 സൈക്കിൾസ് കംപ്ലീറ്റ് ആയി. സോ ദിസ് ഇസ് എ ലോ ഫ്രീക്വൻസി സിഗ്നൽ ആൻഡ് ദിസ് ഇസ് എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് എൻ്റെ കാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ ലോ ഫ്രീക്വൻസി, ഓക്കെ, എൻ്റെ ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. മനസ്സിലായപ്പോൾ മോഡുലേഷൻ പ്രോസസ്സിൽ എനിക്ക് എന്തൊക്കെ വേണം? ഇ എം എന്ന് പറയുന്ന എൻ്റെ മെസ്സേജ് സിഗ്നലും ഇ സി എന്ന് പറയുന്ന എൻ്റെ കാരിയർ സിഗ്നലും വേണം. ഇനി നമ്മൾ പറയുന്ന ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ദിസ്. അപ്പോൾ ഇതാണ് എൻ്റെ മോഡുലേറ്റഡ് സിഗ്നൽ. നോക്കിയാൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇ എ എന്നാണ്. അപ്പോൾ ഈ കാരിയർ സിഗ്നൽ നോക്കി ഇവിടുത്തെ കേസിൽ ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ, അല്ലെ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് പ്ലസ് എ ആൻഡ് മൈനസ് എ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ്. പക്ഷേ ഈ സെയിം കാരിയർ സിഗ്നൽ ഇത് ഇവിടെ വന്നപ്പോൾ നോക്കി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓരോ ഇൻസ്റ്റൻസിലും ഓരോ ടൈം ഇൻസ്റ്റൻസിലും മാറി മാറി വരികയല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ദ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ചേഞ്ച്ഡ്, ഓക്കെ, ചേഞ്ച് അറ്റ് ഈച്ച് ഇൻസ്റ്റൻറ്റ് അക്കോർഡിംഗ് ടു ദി. അപ്പോൾ നോക്കി ഇത് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പൊക്കോടുന്ന സംഭവം ഇവിടെ നമ്മളിത് ഇങ്ങനെ പോകുന്നത്, ഇതിങ്ങനെ ആവുന്നത് ഈ ആംപ്ലിറ്റ്യൂഡ് ഈ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് അക്കോർഡിംഗ് ആയിട്ടല്ലേ, അല്ലേ ഇതിങ്ങനെ പോകുന്ന അനുസരിച്ചല്ലേ ഇതും ഇങ്ങനെ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദി ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നലാണ്. ഇതിൻ്റെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് മാറ്റുന്നത്. അപ്പോൾ അതാണ് ദി ഡെഫിനേഷൻ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ നോക്കി ഈ കരിയർ നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്താണോ ഈ ലൈനിൽ ഇതിനെ നമ്മൾ എൻവലപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി ഇവിടെ നോക്കി ഈ നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ എൻവലപ്പാണ് എൻ്റെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. മുകളിലും താഴെയുണ്ട്. എന്നിട്ട് നടുക്ക് വരുന്ന നോക്കി ഇതെന്താണ്? എൻ്റെ ഈ സെയിം കരിയറാണ്. അപ്പോൾ കരിയറിനെ നമ്മുടെ മെസ്സേജിനെ കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് എൻ്റെ ഈ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ മോഡുലേറ്റഡ് സിഗ്നൽ. ഇനി ഇപ്പോൾ നോക്കി ഈ ഇ സി എന്ന് പറയുന്ന എൻ്റെ കരിയർ സിഗ്നലിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ സി ക്യാൻ ബി, അതൊരു സൈനസോയ്ഡൽ സിഗ്നലാണ്. ആ സിഗ്നൽ ഹാസ് എ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നോക്കി ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഞാൻ ഇ സി ക്യാപിറ്റൽ ഇ സി എന്ന് പറയുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഇ സി സൈൻ ഒമേഗ സി ടി. ഓക്കെ, ആൻഡ് ഒമേഗ സി എന്താണ്? 2πfc ആണ്. ഓക്കെ, ഒമേഗ സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 2πfc. എന്താണ്? എഫ് സി ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ. ഓക്കെ, അപ്പോൾ അതേപോലെ എൻ്റെ ഇ എം എന്ന് പറയുന്ന മെസ്സേജ് സിഗ്നൽ ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു ഇ എം. ഈ മെസ്സേജ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. ദിസ് ഇസ് ഇ എം. ഓക്കെ, ഇ എം അതും സൈനസോയ്ഡലല്ലേ. സോ ഇ എം സൈൻ ഒമേഗ എം ടി എന്ന് എഴുതാൻ പറ്റും. ഒമേഗ എന്ന് പറയുന്നത് 2πfm. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത്, ഓക്കെ, നമ്മൾ കാരിയർ സിഗ്നൽ പറഞ്ഞു, മെസ്സേജും പറഞ്ഞു. ഇനി ഐ നീഡ് ആൻ ഇക്വേഷൻ ഫോർ ദിസ് മോഡുലേറ്റഡ് സിഗ്നൽ ഇ എ എം. ഓക്കെ, സോ ഇ എ എം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എങ്ങനെയാണ് മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടിയത്? നമ്മൾ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റിയിട്ടല്ലേ? ആണല്ലോ. അപ്പോൾ കരിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇ സി സൈൻ ഒമേഗ സി ടി ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഇ സി എന്ന് വെച്ചേ അല്ലെ, ഇ സി എന്ന് വെച്ചാൽ ആ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ആ ഇ സി നമ്മൾ മാറ്റി ഇവിടെ ഓരോ ഇൻസ്റ്റൻറ്റിൽ മാറി മാറി വരികയല്ലേ. ആര് കാരണമാണ് മാറിയത്? ഈ സിഗ്നൽ ഇ എം കാരണമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കും ഇവിടെ ഈ സെയിം സിഗ്നലിനെ. ഓക്കെ, അതായത് ഇ സി സൈൻ ഒമേഗ സി ടി എനിക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇ സിക്ക് പകരം ഇ സി പ്ലസ് ഇ എം, അതായത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ ആണല്ലോ, അല്ലെ? ഇ എം സൈൻ ഒമേഗ സി ടി എന്ന് എനിക്ക് പറഞ്ഞൂടെ? പറയാമല്ലോ. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇനി ഇ എം എന്താണത്? ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇ സി പ്ലസ് ഇ എം സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി എന്ന് വരും. ഓക്കെ, ഈ ഇ സി എന്നിട്ടാവിന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഇ സി ഇൻറ്റു 1 പ്ലസ് ഇ എം ബൈ ഇ സി സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി എന്ന് വരും. ഈ ഇ എം ബൈ ഇ സി ടേമിനെ റീപ്ലേസ് ചെയ്ത് എനിക്ക് എം സഫിക്സ് എന്ന് പറയാൻ പറ്റും, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അതിനാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ്. ഈ മോഡുലേഷൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ഡെപ്തിലാണ് സംഭവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇ എം ബൈ ഇ സി ആണ് എം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ഇനി സപ്പോസ് ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഈക്വൽ ടു ഇ സി, ഓക്കെ, സൈൻ ഒമേഗ സി ടി പ്ലസ് ഇവിടെയോ എം എ ഇൻറ്റു എം എ ഇ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഒമേഗ എം ടി. ഇപ്പം ഇതിനെ സൈൻ എ സൈൻ ബേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? കോസ് എ മൈനസ് ബി, കോസ് എ മൈനസ് ബി
മൈനസ് കോസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടത്തില്ലേ? അതായത് നമുക്ക് ഇത് ഇത്രയും സംഭവത്തെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ എന്താണ് ഇ സി സൈൻ ഒമേഗ സി ടി, ഓക്കെ, പ്ലസ് ഇവിടെയോ എം എ ഇ സി ഡിവൈഡ് ബൈ 2 വരത്തില്ലേ? ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആദ്യം കോസ് എ മൈനസ് ബി, അതായത് ഒമേഗ സി മൈനസ് ഒമേഗ എം ടി മൈനസ് കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എം ഇ സി ബൈ 2 ഇൻറ്റു ഈ ടേം അല്ലേ, എന്നിട്ട് മൈനസ് എം എ ഇൻറ്റു ഇ സി ഡിവൈഡ് ബൈ 2 ഈ ടേം കിട്ടത്തില്ലേ അല്ലേ? സോ ദിസ് ഇസ് മൈ ഫൈനൽ ടേം ഫോർ ദി എന്താണ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പോൾ നോക്കി, നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ കണ്ടെയ്ൻസ് ഏതൊക്കെ പാർട്ട് ഉണ്ടാവണം? ഡെഫിനറ്റ്ലി നമ്മുടെ കാരിയർ ഉണ്ടാവണം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിപ്പം ട്രാൻസ്മിറ്റിംഗ് സൈഡല്ലേ, റിസീവിങ് സൈഡിലാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ മെസ്സേജിന് മാത്രം എനിക്ക് എക്സ്ട്രാക്ട് എടുക്കുന്ന ഡിവൈസ് കാണും, ഈ കാരിയറിനെ മാറ്റുകയും ചെയ്യും. അപ്പോൾ എനിക്ക് മെസ്സേജ് കിട്ടും. അതായത് എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറയും നമ്മൾ, എൻവലപ്പ് ഡിറ്റക്ടർ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ എൻ്റെ നോക്കിയേ, ഇ എം സിഗ്നലിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് ഇ സി സൈൻ ഒമേഗ സി ടി വിച്ച് ഇസ് മൈ കാരിയർ സിഗ്നൽ. അപ്പോൾ കാരിയർ പാർട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ നോക്കിയേ, നമുക്ക് രണ്ട് സിഗ്നൽസ്, ഓക്കെ, എം എ ഇൻറ്റു ഇ സി ബൈ 2 ഇസ് ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദിസ് ഇസ് മൈ ഫ്രീക്വൻസി. ഇവിടെയോ ഒമേഗ സി പ്ലസ് ഒമേഗ ആണ് ഫ്രീക്വൻസി ആൻഡ് ദിസ് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആക്ച്വലി എൻ്റെ ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കാൻ പറ്റും. സോ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇറ്റ് ഇസ് എ സ്പെക്ട്രം. അപ്പം ഈ ആക്സ് എൻ്റെ എക്സ് ആക്സ് ആണ് എൻ്റെ ഫ്രീക്വൻസീസ്. ഓക്കെ, എഫ് അല്ലെങ്കിൽ നമുക്ക് ഒമേഗ വെച്ച് പറയാം. ഓക്കെ, ഒമേഗ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നോക്കി നമുക്ക് വരുന്ന ആദ്യത്തെ ഈ കമ്പോണൻ്റ് അല്ലേ, അതിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസീസ് ആൻഡ് ഒമേഗ സി ടി, അതായത് ഒമേഗ സി ആണ് എൻ്റെ ഒരു ഫ്രീക്വൻസി, ഒമേഗ സി ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി കമ്പോണൻറ്റിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഇ സി അല്ലേ, ആണല്ലോ. അപ്പോൾ അവിടെ എനിക്കൊരു ആംപ്ലിറ്റ്യൂഡ് വരയ്ക്കാൻ പറ്റും, അതിന് എനിക്ക് ഈസി ചെയ്ത് മാർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി വേറെ നെക്സ്റ്റ് കമ്പോണൻറ്റ് നോക്കി, ഇവിടെ വരുന്ന ഫ്രീക്വൻസി എന്താണ്? ഒമേഗ സി മൈനസ് ഒമേഗ എം ആൻഡ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? എം എ ഇൻറ്റു ഇ സി ബൈ 2. അപ്പോൾ ഒമേഗ സി മൈനസ് ഒമേഗ എം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ, ഇവിടെ വരും ഒമേഗ സി മൈനസ് ഒമേഗ എം ആൻഡ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ ഇവിടെ ഇ സി എന്ന് വെച്ചാൽ മാക്സിമം ആണല്ലേ അല്ലേ? ഇവിടെ എന്ന് വെച്ചാലോ എം എ ഇൻറ്റു ഇ സി ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എന്തായാലും ഇതിനെയും കാട്ടി ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. അപ്പോൾ എനിക്കിത് ഇങ്ങനെ വരച്ചാൽ പോരെ, ഇതിനെയും കാട്ടി കുറവാകുന്ന രീതിയിൽ ഒരു സ്പെക്ട്രം വരച്ചിട്ട് ദിസ് ഇസ് ഈക്വൽ ടു എം എ ഇൻറ്റു ഇ സി ഡിവൈഡ് ബൈ 2. ഇനി മൂന്നാമത്തെ ടേം എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എൻ്റെ മൂന്നാമത്തെ ഫ്രീക്വൻസി ടേം ഒമേഗ സി പ്ലസ് ഒമേഗ എം, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡോ എം എ ഇൻറ്റു ഇ സി ബൈ 2. സോ ഒമേഗ സി മൈനസ് ഒമേഗ എം ഇവിടെ ആയതുകൊണ്ട് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം അല്ലേ, അപ്പോൾ ഇതിൻ്റെ സെയിം ലെവലിൽ വരണം. ഇതിൻ്റെ സെയിം ലെവലിൽ വരുന്ന ഒരു സിഗ്നൽ വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് എം എ ഇൻറ്റു ഇ സി ഡിവൈഡ് ബൈ 2. സോ ദിസ് ഇസ് ദി ഫ്രീക്വൻസി സ്പെക്ട്രം. Okay, this is a frequency spectrum of a amplitude modulated signal. Okay, ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും, സംതിങ് കോൾഡ് ആസ് എ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ നോക്കേ, ഇതല്ലേ നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ലെൻ്റെ ലിമിറ്റ്, ഇതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇത്രയും ഫ്രീക്വൻസീസ് ആണ് നമുക്ക് യൂസബിൾ ഫോമിൽ പറ്റുന്നത്. ഇത്രയും ഫ്രീക്വൻസി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ടേം മൈനസ് ഈ ടേം ചെയ്താൽ പോരെ. ഇതിനെ എനിക്ക് എൻ്റെ അപ്പർ സൈഡ് ബാൻഡ് എന്നും ഇതിനെ എനിക്ക് എൻ്റെ ലോവർ സൈഡ് ബാൻഡ് എന്നും പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ബാൻഡ് വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു അപ്പർ സൈഡ് ബാൻഡ് മൈനസ് ലോവർ സൈഡ് ബാൻഡ്. അതായത് ഒമേഗ സി പ്ലസ് ഒമേഗ എം മൈനസ് ഓഫ് മൈനസ് ഒമേഗ സി മൈനസ് ഒമേഗ എം വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 2 ഒമേഗ എം അല്ലെങ്കിൽ 2f എന്ന് പറയാൻ പറ്റും. ആൻഡ് യൂണിറ്റ് എങ്ങനെയായിരിക്കും? ഹേർട്സിലായിരിക്കും വരുന്നത്. ഇനി ഒരു ടേമും കൂടെ ഉണ്ട്, നമ്മുടെ total power of the same signal. Okay, total power can be represented by this equation മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, PT ആണ് total power will be equal to എൻ്റെ carrier-ൻ്റെ power PC into 1 plus MA square divided by 2. MA എന്തായിരുന്നു? നമ്മുടെ modulation index. Okay, so this is the equation for the total power of a amplitude modulated signal. Okay, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പോലെ അടുത്ത് നോക്കുന്നതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാൻ പറ്റും. അതിന് മുന്നേ സി വാട്ട് ഇസ് ദിസ് വൺ? ദിസ് ഇസ് എ കാരിയർ സിഗ്നൽ ഓഫ് ഹൈ ഫ്രീക്വൻസി. ഇപ്പോൾ കണ്ട, അപ്പോൾ നമ്മൾ ഒറ്റ സെക്കൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് കൂടുതലല്ലേ. ആൻഡ് ദിസ് ഇസ് ആ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. അതിൻ്റെ ഫ്രീക്വൻസി നോക്കിയേ, ഒരു സെക്കൻഡിൽ നോക്കിയേ നമ്പർ ഓഫ് സൈക്കിൾസ് കുറവാണ്, സോ ലോ ഫ്രീക്വൻസിയാണ്. ആൻഡ് ദിസ് ഇസ് ആ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പോൾ നോക്കി ഇവിടെ വരുന്നത് ഈ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റന്റീനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി
മെസ്സേജ് സിഗ്നൽ. അതാണ് ആര് നടന്നത്, എവിടെ നടന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ജസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് വരെ ഫ്രീക്വൻസി ആക്കുക. അതായത് ദ ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ സിഗ്നൽ വിൽ ബി ചേഞ്ച്ഡ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരേ ഫ്രീക്വൻസിയിൽ പൊക്കോടുന്നത്, ഇവിടെ അതിൻ്റെ ഫ്രീക്വൻസിയിലെ മാറുന്നത്. ഇവിടെ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി അങ്ങനെ മാറുകയാണ് അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ ഇതിൻ്റെ നോക്കിയേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടി, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു, പിന്നെയും കൂടി. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഇതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് മൈ ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, ഇതിൻ്റെ ഈ ചെറിയൊരു ഡെറിവേഷൻ പോലെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത്, സി ദിസ് ഇസ് ആർ എന്താണ്, ഇ എം എന്ന് വെച്ചാൽ മെസ്സേജ് സിഗ്നലാണ് അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇ എം വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ഇ എം സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു, ഓക്കെ, ഇതിൻ്റെ ഇൻസ്റ്റന്റേനിയസിലുള്ള ഒരു ടൈമിലുള്ള ഫ്രീക്വൻസി വിൽ ബി എഫ് ഇസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു 1 + k ഇൻറ്റു ഇ എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ സൈൻ ഒമേഗ എം ടി എന്ന് പറഞ്ഞ ടേമില്ലേ, ഓക്കെ, ആ ടേമിൻ്റെ വാല്യൂ വിൽ ബി 1 വെൻ വി ആർ കൺസിഡറിങ് ദ മാക്സിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ സെയിം കേസ് നോക്കി, എഫ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു 1 ± k ഇ എം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ എഫ് സി ± k ഇ എം എഫ് സി എന്ന് കിട്ടും. ദിസ് ആക്ച്വലി റെപ്രസെൻറ്റ്സ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ. അതിനെ നമുക്ക് ഡെൽറ്റ എന്നൊരു ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി. അതേപോലെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോമുലയാണ് ഇ എഫ് എം. ഓക്കെ, ഇതിൻ്റെ ഇ എഫ് എം വിൽ ബി ഈക്വൽ ടു എ സൈൻ ഫൈ. ഇനി ഈ സൈൻ ഫൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഫൈ വിൽ ബി ഈക്വൽ ടു നോക്കി ഇൻറ്റഗ്രൽ ഒമേഗ ഡി ടി. അതായത് ഒമേഗയുടെ ടേം, ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് അല്ലേ. ഒമേഗ എന്ന് പറയുമ്പോൾ 2πf ആണ്. അപ്പോൾ 2π എല്ലാം കട്ട് ചെയ്ത് ഇൻ ടേംസ് ഓഫ് എഫ് എഴുതാം. ഒമേഗ ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് എഫ്. അപ്പോൾ നമ്മൾ ഇവിടെ എഫിൻ്റെ ഇക്വേഷൻ എഴുതിയില്ലേ, എഫ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ ടേം എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ദിസ് വൺ. സോ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഇൻ ടേംസ് ഓഫ് ഒമേഗയാണ്. അപ്പോൾ സെയിം ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഒമേഗ എങ്ങനെയാവും, ഒമേഗ ഈക്വൽ ടു ഒമേഗ സി അങ്ങനെ എഴുതിക്കൂടെ. സോ ഒമേഗ നോക്കേ, ഒമേഗ സി ഇൻറ്റു 1 + k ഇ എം സൈൻ ഒമേഗ എം ടി എന്ന് എഴുതി. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, ഒമേഗ സി ഇൻറ്റു ഡി ടി അല്ലേ വരുന്നത്, ഒമേഗ സി ടി മൈനസ് k ഇ എം എഫ് സി ബൈ എഫ് എം ഇൻറ്റു കോസ് ഒമേഗ എം ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഇക്വേഷൻ k ഇ എം എഫ് സി നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഡെൽറ്റ അല്ലേ. അപ്പോൾ ഈ ടേമിനാണ് ഡെൽറ്റ ബൈ എഫ് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സെക്കൻഡ് ഇക്വേഷനൊക്കെ എഴുതി. ആൻഡ് ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എന്താണ്, ഫൈ. അപ്പോൾ ഈ ഫൈ സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ, ഫസ്റ്റ് ഇക്വേഷനിൽ ഫൈക്ക് വരാം. സോ ഇ എഫ് എം വിൽ ബി ഈക്വൽ ടു നോക്കി എ സൈൻ ഫൈ വിൽ ബി ഈക്വൽ ടു ഫൈക്ക് വരും ഈ ഇക്വേഷൻ. അതായത് നമുക്ക് ഈ ഡെൽറ്റ ബൈ എഫ് എം എന്ന ടേമിനെ ഞാൻ എം എഫ് എന്ന ടേമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് എ മോഡുലേഷൻ ഇൻഡെക്സ് ഇൻ ദ കേസ് ഓഫ് എഫ് എം മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ഇക്വേഷൻ ഇ എഫ് എം, അതായത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. നമ്മൾ എ എമ്മിൻ്റെ കേസിൽ നമ്മൾ ഈ എ എം കണ്ടുപിടിച്ചല്ലേ, അതുപോലെ ഇവിടെ ഇ എഫ് എം. ഓക്കെ, അതാണ് ഇക്വേഷൻ വരുന്നത്. ആൻഡ് ഇവിടുത്തെ കേസിൽ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്, 2 × ഡെൽറ്റ + എഫ് എം ഇൻ ഹേർട്സിലാണ് എഴുതുന്നത്. ഹേർട്സ് ആണ്, യൂണിറ്റ് ആണത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് അവർ മോഡുലേഷൻസ്. സോ എ എമ്മും എഫ് എമ്മും കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നോക്കുന്നതാണ് ദ റേഡിയോ റിസീവർ. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് ട്രാൻസ്മിറ്റർ ഉണ്ടായിരുന്നു, നമുക്ക് ചാനൽ ഉണ്ടായിരുന്നു, നമുക്ക് റിസീവർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ട്രാൻസ്മിറ്റർ സൈഡ് എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. ആ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ്, 2 മോഡുലേഷൻ മെത്തേഡ്സ് ആണ്, എ എം മോഡുലേഷനും എഫ് എം മോഡുലേഷനും. ഇനി ഈ പറയുന്ന മോഡുലേറ്റഡ് സിഗ്നലിനെ നമ്മൾ ഈ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്താൽ അറ്റ് ലാസ്റ്റ് അത് എത്തുന്നത് നമ്മുടെ റിസീവറിലാണ്. അപ്പോൾ റിസീവർ എന്താ ചെയ്യേണ്ടത്, റിസീവർ ചെയ്യേണ്ടത് ഈ മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്ന് അതിനെ നമ്മൾ ആദ്യം റിസീവ് ചെയ്യണം അല്ലേ. റിസീവ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം നിന്ന് എൻ്റെ മെസ്സേജ് സിഗ്നൽ എന്താണോ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് കാരിയർ എന്താണ് അതിനെ റിമൂവ് ചെയ്യണം അല്ലേ. മെസ്സേജ് സിഗ്നലാണ് എൻ്റെ ആക്ച്വൽ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലേ. അത് അവിടെ നമ്മൾ മോഡുലേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളതിനെ ഡീമോഡുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ റിസീവ് ചെയ്യുന്ന സിസ്റ്റമിനെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ റേഡിയോ റിസീവർ? റേഡിയോ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന എന്ന് വെച്ചാൽ എന്താണ്, കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന റിസീവേഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്ക് 2 ടൈപ്സ് റിസീവേഴ്സ് ഉണ്ട്. നമ്മൾ എ എം റിസീവേഴ്സും ഉണ്ട്, എഫ് എം റിസീവേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഈ റേഡിയോ റിസീവേഴ്സിന് നമുക്ക് അതിൻ്റെ പെർഫോമൻസ്, റിസീവറിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ആസ് ദി സെലക്ടിവിറ്റി. സെലക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു റേഡിയോ റിസീവർ ഷുഡ് ബി ഹാവിങ് ഗുഡ് സെലക്ടിവിറ്റി. എന്ന് വെച്ചാൽ സെലക്ടിവിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ റിസീവർ വിൽ ബി ഏബിൾ ടു സെപ്പറേറ്റ് ഔട്ട് ദ വാണ്ടഡ് സിഗ്നൽസ് ഫ്രം ദി അൺവാണ്ടഡ് സിഗ്നൽസ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി. സെൻസിറ്റീവ് എന്ന് വെച്ചാൽ എൻ്റെ ഡിവൈസ് എന്താണ്, ഇറ്റ് ഷുഡ് ബി സെൻസിറ്റീവ് ഇൻ നേച്ചർ. എന്ന് വെച്ചാൽ നമുക്കൊരു moderate value of sensitivity വേണം. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ റിസീവർ to respond to
വീക്ക് സിഗ്നൽസ്. ഓക്കെ, വീക്ക് സിഗ്നൽസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള എൻ്റെ റിസീവറിൻ്റെ കേപ്പബിലിറ്റിയാണ് ഞാൻ ഈ പറയുന്ന സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഫിഡിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ റിസീവർ by which how faithfully a receiver can reproduce the message information. നമ്മുടെ ആക്ച്വൽ മെസ്സേജ് ഇൻഫർമേഷനെ എത്രമാത്രം ഫെയ്ത്ത്ഫുള്ളി അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നോക്കി, നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ഈ ഒരു പറയുന്ന മെസ്സേജിനെ മോഡുലേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് നോയ്സ് വരാം, അല്ല ഇതിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസും കൂടെ ചേർന്ന് റിസീവ്ഡ് സിഗ്നൽസ് ആയിരിക്കും എനിക്ക് റിസീവർ സൈഡിൽ വരുന്നത്. ഇനി ആ റിസീവർ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ നമ്മൾ അതിൻ്റെ ആക്ച്വൽ മെസ്സേജ് സിഗ്നലിനെ ഡീകോഡ് ചെയ്തെടുക്കണം. അപ്പോൾ എത്രമാത്രം ഫെയ്ത്ത്ഫുള്ളി, എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് എൻ്റെ മെസ്സേജ് സിഗ്നലിൽ എനിക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു, ആ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് ഫിഡിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 3 പ്രോപ്പർട്ടീസ് ഓഫ് അല്ലെങ്കിൽ 3 പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദി AM റിസീവർ. ഓക്കെ, AM റിസീവറിൻ്റെ ബ്ലോക്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കണം, എന്നിട്ട് ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറയണം. ഇപ്പം ഞാൻ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ. ഓക്കെ, ഫസ്റ്റ് തിങ് വരുന്ന റിസീവർ ആണല്ലോ അല്ലേ. ഇപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡ് വരും. ഇപ്പം ദിസ് ഇസ് എ ട്രാൻസ്മിറ്റർ സൈഡ് ആണെങ്കിൽ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ വന്നിട്ട് ഒരു ആൻറ്റിന വഴിയല്ലേ പുറത്ത് പോകുന്നത് ആണല്ലോ. അപ്പോൾ ഈ പോകുന്ന സിഗ്നൽ റിസീവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റിസീവറിൽ എന്ത് വരണം, ഒരു റിസീവിങ് ആൻറ്റിന വരണം. ഇപ്പം ആൻറ്റിന എന്താ ചെയ്യുന്നത്, ആൻറ്റിന എന്ന് പറയുമ്പോൾ വിൽ ബി ട്യൂൺ ടു, ഈ ആൻറ്റിന എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഈ റിസീവ്ഡ് സിഗ്നൽസിനെ അതെന്ത് ചെയ്യും, എടുക്കും, ഇൻപുട്ടായിട്ട് എടുക്കും, ഇൻസിഡൻറ്റ് സിഗ്നൽസിനെ അത് എടുക്കും. എന്നിട്ട് അത് നേരെ ഇപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടുന്ന സിഗ്നലിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ നോക്കി 535 to 1605 kHz എന്ന് വെച്ചാൽ ഒരു റേഞ്ച് ഓഫ് സിഗ്നൽസ് ആണ്. നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം പറയുന്ന സമയത്ത് ദിസ് ഇസ് ദ F1 വാല്യൂ ആൻഡ് ദിസ് ഇസ് F2 വാല്യൂ, ഈ 2 ഫ്രീക്വൻസിക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നോക്കി ഇത് നേരെ വരുന്നത് ഒരു RFI, ഇത് നേരെ വരുന്നത് ഒരു ട്യൂണബിൾ സർക്യൂട്ട് RF സെക്ഷനിലാണ്. ട്യൂണബിൾ എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. റേഡിയോ ട്യൂണിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അതിന് ഫ്രീക്വൻസി മാറ്റാൻ പറ്റുന്നല്ലേ അല്ലേ. അപ്പം നമ്മൾ ഈ ട്യൂണബിൾ സർക്യൂട്ട് RF സെക്ഷനിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഈ പറയുന്ന ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതായത് എൻ്റെത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ട്യൂൺ ടു ഈ ഫ്രീക്വൻസി, അതായത് ഈ ഫ്രീക്വൻസിക്കിടയിലുള്ള സിഗ്നൽസ് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ, ബാക്കിയെല്ലാം റിജക്റ്റ് ആവും. ഓക്കെ, എന്ത് പ്രോപ്പർട്ടിയാണ്, സെലക്ടിവിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, എന്നിട്ട് ഇതിൽ വരുന്ന 2 പാർട്സ് ആണ് ഈ RF എന്നിട്ടിരിക്കുന്ന ബ്ലോക്കിൽ വരുന്നതാണ് ട്യൂണബിൾ സർക്യൂട്ട് RF സെക്ഷനും പ്ലസ് ദി RF ആംപ്ലിഫയറും. എന്നിട്ട് RF ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഈ സിഗ്നൽസ് എന്ത് റേഞ്ചാണ്, ഇത് റേഡിയോ വേവ്സ് അല്ലേ, കിലോ ഹെർട്സ് അല്ലേ, ഇത് റേഡിയോ വേവ്സ് അല്ലേ എന്ന് വെച്ചാൽ ദേ ആർ യൂസ് ഫോർ ദ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് RF സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വി യൂസ് RF ആംപ്ലിഫയർ. മനസ്സിലായോ, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫൈ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്, ആന്റിന സിഗ്നൽ വരുന്നുണ്ട്, നമ്മുടെ ട്യൂണബിൾ സർക്യൂട്ട് RF സെക്ഷൻ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും ഇതിനെ നമ്മൾ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്രീക്വൻസീസ് മാത്രം അങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ ആംപ്ലിഫൈ യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് നേരെ പോകുന്നത് മിക്സർ എന്നൊരു കണ്ടന്റ്, ഒരു കമ്പോണന്റ് ആണ്. മിക്സർ ആസ് ഫ്രം ദ നെയിം സജസ്റ്റ് എന്താണ്, അത് മിക്സസ് ടു സിഗ്നൽസ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സിഗ്നൽ ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ അതിൻ്റെ റേഞ്ച് ആണ് 535 to 1605 kHz റേഞ്ചാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സിഗ്നലും കൂടെ വേണ്ടേ, അപ്പോൾ അതാണ് ഇത് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ലോക്കൽ ഓസിലേറ്റർ. ഒരു ലോക്കൽ ഓസിലേറ്റർ എന്താണെന്ന് പറയുമ്പം ഓക്കെ, നമുക്കറിയാം ഒരു ആംപ്ലിഫയർ എന്തായിരിക്കും ചെയ്യുന്നത്. സി ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ദിസ് ഇസ് എൻ ആംപ്ലിഫയർ, നമ്മളൊരു ഇൻപുട്ട് VI കൊടുക്കുകയാണെങ്കിൽ അത് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് V0 ആണെങ്കിൽ വിൽ ബി ഈക്വൽ ടു A into VI ആയിരിക്കും. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ട് സിഗ്നൽ മൾട്ടിപ്ലൈഡ് ബൈ ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ എന്ന് പറയും. അപ്പോൾ ഇൻപുട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നില്ല, നമ്മൾ പഠിച്ചത് RF കപ്പിൾഡ് ആംപ്ലിഫയറിലൊക്കെ. ഇനി ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിവൈസ് ഇൻ വിച്ച് ഇറ്റ് വിൽ ബി സെൽഫ് പ്രൊഡ്യൂസിങ് ദി സിഗ്നൽസ്. എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ സിഗ്നലിൻ്റെ ആവശ്യമില്ലാണ്ട്, ഇതുപോലൊരു എക്സ്റ്റേണൽ സിഗ്നലിൻ്റെ ആവശ്യമില്ലാണ്ട് അത് സ്വയം തന്നെ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ, ഒരു ഇൻപുട്ടിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലാതെ അത് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിന് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഇസ് കോൾഡ് ആസ് എൻ ഓസിലേറ്റർ സർക്യൂട്ട്. അപ്പോൾ ദിസ് ഇസ് എ ലോക്കൽ ഓസിലേറ്റർ. കാരണം അപ്പോൾ ഇതിന് ഞാൻ എന്തെങ്കിലും ഇൻപുട്ട് എടുത്തിട്ടുണ്ടല്ലോ, ഇതിന് എന്തെങ്കിലും ഇൻപുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ അത് സ്വന്തമായിട്ട് ഒരു ഇൻപുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സിഗ്നലിൻ്റെ റേഞ്ച് നോക്കിയാൽ 990 to 2060 kHz സിഗ്നൽ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഇവിടുന്ന് ഒരു സിഗ്നൽ വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു സിഗ്നൽ വരുന്നുണ്ട്, മിക്സർ എന്ത് ചെയ്യും, രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യും. മിക്സപ്പ് ഇൻ ദ സെൻസ് ദാറ്റ് നോക്കി അത് ചെയ്യുന്നത് ഇപ്പം ഇതും F1 F2 അല്ലേ, ഇത് F1 dash F2 dash എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പം F1 dash മൈനസ് F1, അതായത് 990 മൈനസ് 535 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വാല്യൂ, 455 2. ഇനി സെക്കൻഡ് വാല്യൂ നോക്കി F2 dash മൈനസ് F2 എന്ന് പറയുമ്പോൾ എഗെയിൻ എന്തായിരിക്കും കിട്ടുന്നത്, 455. എന്ത് റേഞ്ചാണ്, കിലോ ഹെർട്സ്.
ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ മിക്സർ ചെയ്യുന്നത് എന്താണ്? ഇതിന് വരുന്ന രണ്ട് ഇൻപുട്സിനെ സബ്ട്രാക്ട് ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് നമ്മുടെ AM റിസീവറിൽ ഈ മിക്സറിന്റെ ഔട്ട്പുട്ടിന്റെ വാല്യൂ എപ്പോഴും ഈ 455 kHz ആയിരിക്കും. നമ്മൾ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് സെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് മിക്സർ ഔട്ട്പുട്ട് ഓൾവേസ് ഷുഡ് ബി ഓഫ് ദ വാല്യൂ 455 kHz. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ഇൻപുട്ട് കൊടുക്കും, എന്നിട്ട് ഇവിടെ എനിക്ക് 455 ആണ് കിട്ടേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി നമ്മൾ മാറ്റുന്നത്. മനസ്സിലായി? ഇത് എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കത്തില്ല, ഇത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ RF ആംപ്ലിഫയർ, ഈ മിക്സർ, അതേപോലെ ഈ ലോക്കൽ ഓസിലേറ്റർ മൂന്നിനെ നമ്മൾ ഗാങ്ഡ് ട്യൂണിംഗ് എന്ന് പറയും. ഗാങ്ഡ് ട്യൂണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസ്റ്റിംഗ് ദ ഫ്രീക്വൻസി. അപ്പൊ ഇത് മൂന്നെണ്ണോ വിൽ ബി കണക്റ്റഡ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രീക്വൻസി എന്താണോ അതിനനുസരിച്ചാണ് ഇതിന്റെ ഫ്രീക്വൻസി നമ്മൾ മാറ്റേണ്ടത്. ഇൻ ഓർഡർ ടു ഗെറ്റ് 455. അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നോക്കി. സപ്പോസ് എന്റെ ഇൻപുട്ട് ഇപ്പൊ കിട്ടിയത് 535 അല്ലേ, അപ്പൊ ലോക്കൽ ഓസിലേറ്ററിന്റെ F1' വിൽ ബി ഇവിടുത്തെ 535 പ്ലസ് 455 ആയിരിക്കും. സിമിലർലി F2 എന്ന് പറയുന്നത് 1605 ആണെങ്കിൽ F2' വാല്യൂ എന്തായിരിക്കും? 1605 പ്ലസ് 455 ആയിരിക്കും. അപ്പൊ നോക്കി, ഇത് ആഡ് ചെയ്യുമ്പോൾ 990, ഇത് ആഡ് ചെയ്യുമ്പോൾ 2060. അതല്ല നമ്മൾ കൊടുത്തത്. മനസ്സിലായോ? സോ ഇൻപുട്ട് ഫ്രീക്വൻസി എന്താണോ അതിന് കറസ്പോണ്ടിങ് ആണ് ഞാൻ ഇവിടുത്തെ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇവർ മൂന്നുപേരും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും ബൈ ഗാങ്ഡ് ട്യൂണിംഗ്. ട്യൂണിംഗ് ഇസ് എ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ ഫ്രീക്വൻസി. അതിനനുസരിച്ച് മനസ്സിലായോ? ഇപ്പൊ നമുക്ക് കിട്ടിയ 455 ആണ്, kHz ആണ്. ഒരു ഫിക്സഡ് വാല്യൂന്റെ കേസ് ഓഫ് AM റിസീവ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇനി നോക്കി, മിക്സർ ഔട്ട്പുട്ട് ഇതല്ലേ കിട്ടി നമുക്ക്, അല്ലേ? അത് കിട്ടി. ഇനി ഈ ഫ്രീക്വൻസി നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ആൻ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ആസ് ആൻ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇന്റർമീഡിയറ്റ് ആംപ്ലിഫയർ യൂസ് ചെയ്യും, IF. അതാണ് നെക്സ്റ്റ് ബ്ലോക്ക്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇന്റർമീഡിയറ്റ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമുക്കിനി കിട്ടേണ്ടത് എന്താണ്? റിസീവർ ഓക്കെ സിഗ്നൽ റിസീവ് ചെയ്തു, പക്ഷെ ഇപ്പൊ നമുക്ക് ഉള്ളത് എന്താണ്? മോഡുലേറ്റഡ് സിഗ്നൽ അല്ലേ. അതിനെ ഡീമോഡുലേറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ മെസ്സേജ് സിഗ്നൽ മാത്രം എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിറ്റക്ടർ എന്ത് ചെയ്യും? അതിൽ നിന്ന് എൻ്റെ ആക്ച്വൽ മെസ്സേജ് കണ്ടന്റ് എന്താണോ അതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ എക്സ്ട്രാക്റ്റഡ് മെസ്സേജ് എന്താണോ അതിനെ എനിക്ക് ആംപ്ലിഫൈ ചെയ്യണം. മനസ്സിലായോ? അത് ചിലപ്പോൾ വീക്കെൻഡ് ആയിരിക്കും, അതിനെ എനിക്ക് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വി യൂസ് ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ. സോ ഇൻ ദിസ് കേസ് വി ആർ കൺസിഡറിംഗ് ദ കേസ് ഓഫ് റേഡിയോ റിസീവർ അല്ലേ, റേഡിയോ വേവ്സ് ആണ്. Okay, so suppose we are considering the audio signals. Okay, audio signals ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സിഗ്നലിനെ എനിക്ക് ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ ചെയ്യണം. എന്നിട്ട് അത് ഒരു ഔട്ട്പുട്ട് ഡിവൈസിൽ കണക്ട് ചെയ്യാൻ വേണ്ടി വി യൂസ് ലൗഡ് സ്പീക്കർ. അതുവഴി എൻ്റെ സൗണ്ട് എനിക്ക് ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് എ കേസ് ഓഫ് AM റിസീവർ. സോ ദ സെക്കൻഡ് റിസീവർ ആണ് FM റിസീവർ. സോ FM റിസീവറിൻ്റെ കേസിൽ അഗെയിൻ വി ഹാവ് എൻ ആൻറ്റിന. ആൻറ്റിന എന്ത് ചെയ്യും? വരുന്ന സിഗ്നൽസിനെല്ലാം പിക്കപ്പ് ചെയ്യും. എന്നിട്ട് നേരെ കൊടുക്കുന്നത് നമ്മുടെ RFAയിലോട്ട്. ഓക്കെ, ഇൻ വിച്ച് ദെൻ RFA ഡിവൈസ് എന്തായിരിക്കും? ആ ഒരു സർക്യൂട്ടറി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ട്യൂൺ ടു ഒരു ഇൻപുട്ട് ഫ്രീക്വൻസി. സപ്പോസ് ഇറ്റ് ഇസ് 88 to 108 MHz. അവിടെ kHz ആണ്, ഇവിടെ MHz പറയുന്നത്. ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസ് ആണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് RF ആംപ്ലിഫയർ ഉണ്ടാവും. ഈ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും എലോങ് വിത്ത് ഈ പറയുന്ന സിഗ്നൽ റേഞ്ചിൽ. ഓക്കെ, ഈ സിഗ്നൽ റേഞ്ചിലുള്ള ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് വീക്ക് സിഗ്നൽസിനെയും കൂടെ ആംപ്ലിഫൈ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഈ ഒരു സർക്യൂട്ടർ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇൻപുട്ടിൽ വരുന്ന ഈ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിന്റെ കൂടെ തന്നെ എന്തെങ്കിലും അഡീഷണൽ വീക്ക് സിഗ്നൽസ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു നോയ്സ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, എന്നിട്ട് അത് നേരെ പോകുന്നത് നോക്കി മിക്സറിലോട്ടാണ്. മിക്സർ എന്ത് ചെയ്യും? ഒരു ലോക്കൽ ഓസിലേറ്റർ കാണും, അതൊരു ഫ്രീക്വൻസി ഉണ്ടാവും, അതുമായിട്ട് മിക്സപ്പ് ചെയ്യും. ഇതിന്റെ സബ്ട്രാക്ട് ചെയ്ത് നോക്കി 97.7 മൈനസ് 88 എന്ന് പറയുമ്പോൾ 10.7. ഇവിടെ 188.7 മൈനസ് 180 എന്ന് പറയുമ്പോൾ 180 എന്ന് പറയുമ്പോൾ 10.7 MHz. അഗെയിൻ സെയിം വാല്യൂ. അപ്പോൾ മറ്റേ കേസിൽ 455 kHz ആയതുപോലെ ഇവിടെ 10.7 MHz ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ആ ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വി ഹാവ് എൻ IFA, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ ഉണ്ട്. അത് നേരെ കൊടുക്കുക നോക്കിയാൽ ലിമിറ്റർ ആണ്. സോ ദിസ് ഇസ് എൻ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നില്ലേ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ നമ്മുടെ ഈ റിസീവർ സെക്ഷൻ എന്താണ്? വീക്ക് സിഗ്നൽസിൻ്റെയും കൂടെ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ദർ ഇസ് എ നോയ്സ് പിക്കപ്പ് അല്ലേ, നോയ്സിനെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ആ നോയ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരെ യൂസ് ചെയ്യുന്നത്? ലിമിറ്ററിനെ യൂസ് ചെയ്യുന്നത്. സോ ലിമിറ്റർ റിമൂവ്സ് ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് ഡ്യൂ ടു നോയ്സ് പിക്കപ്പ്. ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന വേരിയേഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യും. ആ നോയ്സ് കാരണം ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ. ഇറ്റ് ലിമിറ്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ്. എന്നിട്ട് ആ സിഗ്നൽ നേരെ പോകുന്നത് എന്താണ്? ഡിസ്ക്രിമിനേറ്റർ. ഡിസ്ക്രിമിനേറ്റർ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഷുഡ് ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ റിസീവ് സിഗ്നൽ.
ഓക്കെ, ഡിസ്ക്രിമിനേറ്റർ എന്ത് ചെയ്യും, ഇത് എന്ത് റിസീവറാണ്, FM റിസീവറാണ്, അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. അപ്പോൾ ആ ചേഞ്ച് ഇൻ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിൽ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രീക്വൻസി മോഡുലേറ്റ് സിഗ്നലിൽ ഫ്രീക്വൻസി വേരിയേഷൻസ് ആയിട്ടല്ലേ വരുന്നത് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരും, ഫ്രീക്വൻസി മോഡുലേഷനിൽ ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വന്നുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ ആ ഫ്രീക്വൻസി വേരിയേഷൻസിന് നമ്മൾ ഡിറ്റക്ട് ചെയ്യാം. ആ ഫ്രീക്വൻസി വേരിയേഷൻസിന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ മെസ്സേജ് സിഗ്നൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റ് എന്താ ചെയ്യുന്നത്, ഇറ്റ് ഐഡന്റിഫൈസ് എ ഫ്രീക്വൻസി വേരിയേഷൻസ് ആൻഡ് റിക്കവർ ദി ഓഡിയോ സിഗ്നൽ. നമ്മുടെ ഓഡിയോ വേവ് എന്താണ്, ഡിസ്ക്രിമിനേറ്റർ എന്ന് എനിക്ക് കിട്ടുന്നു. അപ്പോൾ ആക്ച്വൽ സിഗ്നൽ അവിടെ നിന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത്. ഈ മെസ്സേജിനെ എന്ത് ചെയ്യണം, അത് ഓഡിയോ സിഗ്നലാണ്, അതിനെ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്നു, ലൗഡ് സ്പീക്കറിൽ കൊടുക്കുന്നു. സോ ദിസ് ഇസ് ദി FM റിസീവറിന്റെ പ്രിൻസിപ്പിൾ. ഈ മോഡ്യൂളിൽ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. സോ അബൌട്ട് മൊബൈൽ ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് കമ്മ്യൂണിക്കേഷനാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്തിനാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷനിലോട്ട് പോയത്, നമുക്ക് വയർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ലാൻഡ് ലൈൻ ആയാലും അല്ലെങ്കിൽ പണ്ടത്തെ സമയത്തൊക്കെ നമ്മൾ എന്താണ് വയേർഡ് കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ അല്ലേ. ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലം നമുക്ക് 2 കോർഡിനേറ്റ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ വയർഡ് കമ്മ്യൂണിക്കേഷൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ കാരണം. ഓക്കെ, സോ ലിമിറ്റേഷൻ ഡ്യൂ ടു കണക്റ്റഡ് വയർസ്, അത് കാരണമാണ് വി മൂവ് ടു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ എന്താണ്, അതൊരു 2-way കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമുക്കൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും, 2 യൂസേഴ്സ് ആണ്, അവർ തമ്മിൽ 2-way കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. അപ്പോൾ ദിസ് ഫസ്റ്റ് യൂസർ ഷുഡ് ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് and second user should be able to receive, as well as the second user should be able to transmit and first user should be able to receive. അപ്പോൾ 2-way കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് 2-way കമ്മ്യൂണിക്കേഷൻ, ഒരു 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ വരുന്ന 2 കമ്പോണൻസ് ആണ്. ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ കൺട്രോൾ യൂണിറ്റ്, ഒരു മെയിൻ ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, അതുമായിട്ട് കണക്ട് വരുന്ന കുറച്ച് മൊബൈൽ യൂണിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ ബേസ് സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും, മൊബൈൽ യൂണിറ്റ് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും, ആൻഡ് തിരിച്ച് സംഭവിക്കാം. ഓക്കെ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും, അത് റിസീവ് ചെയ്യാം. ആൻഡ് ഇവർക്കിടയിൽ നടക്കുന്ന എന്താണ്, റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. റേഡിയോ കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, സോ വെരി ഹൈ ഫ്രീക്വൻസിയും അൾട്രാ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസും ആയിരിക്കും നമുക്ക് ഇതിനിടയ്ക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ദേ വി നീഡ് ആൻ ആന്റിന, റൈറ്റ്. അപ്പോൾ ആന്റിന ഷുഡ് ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് ആസ് വെൽ ആസ് റിസീവ്. സിമിലർലി മൊബൈൽ യൂണിറ്റിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ആന്റിന ഉണ്ടാവും. ആ ആന്റിന ഷുഡ് ബി ഏബിൾ ടു റിസീവ് ആസ് വെൽ ആസ് ട്രാൻസ്മിറ്റ്. അപ്പോൾ ഒരു ആന്റിന when it does both the process of transmitting as well as receiving, നമ്മൾ അതിനെ ഒരു എന്ത് പറയും, ട്രാൻസീവർ. ഓക്കെ, ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ കമ്പൈൻ ചെയ്ത് ഒരു ട്രാൻസീവർ എന്ന് പറയും. അപ്പോൾ ഈ 2 കേസിലും ദ ആന്റിനാസ് വി യൂസ് വിൽ ബി ട്രാൻസീവേഴ്സ്. മനസ്സിലായോ? ആൻഡ് ഇപ്പോൾ ഈ 2 കേസിൽ നമ്മൾ ബേസ് സ്റ്റേഷനിലാണെങ്കിലും മൊബൈലോട്ടാണെങ്കിലും ഇത് 2 സെയിം ഫ്രീക്വൻസിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടുന്ന് ഒരു ഫ്രീക്വൻസി F1-ലാണ് ഞാൻ ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ആ ഫ്രീക്വൻസി സെയിം ഫ്രീക്വൻസിയിൽ ഇവിടെ റിസീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൊബൈൽ യൂണിറ്റ് ഓൾസോ വിൽ ബി ട്യൂൺ ടു ദ സെയിം ഫ്രീക്വൻസി. അപ്പോൾ വി യൂസ് സെയിം ഫ്രീക്വൻസി ഇൻ ദ കേസ് ഓഫ് ട്രാൻസീവർ ഫോർ ബേസ് സ്റ്റേഷൻ ആസ് വെൽ ആസ് റിസീവർ ആസ് വെൽ ആസ് ഫോർ ദ മൊബൈൽ യൂണിറ്റ്. ഓക്കെ, പിന്നെ പറയുന്നത് ഓൾസോ വി യൂസ് ദ സെയിം ആന്റിനാസ് ഫോർ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിസീവ് യൂസിങ് റിലേസ്. ഓക്കെ, അതേ പറഞ്ഞു നമ്മൾ ബേസ് സ്റ്റേഷൻ പറയുകയാണെങ്കിൽ, ഓക്കെ, ബേസ് സ്റ്റേഷൻ പറയുകയാണെങ്കിൽ ദിസ് ബേസ് സ്റ്റേഷൻ ഹാസ് എൻ ആന്റിന and the mobile unit also has an antenna അല്ലെങ്കിൽ ഇത് ബേസ് സ്റ്റേഷൻ. അപ്പോൾ ഈ ആന്റിന എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് എൻ്റെ ബേസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് എനിക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ ദിസ് ആന്റിന വിൽ ബി യൂസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് ദിസ് ആന്റിന വിൽ ബി യൂസ് ഫോർ റിസീവിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പക്ഷേ ഈ ആന്റിന എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രാൻസീവർ. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആന്റിന ഇപ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇവിടെ ഇപ്പം ട്രാൻസ്മിറ്റർ ആയിട്ടാണോ റിസീവർ ആയിട്ടാണോ ആക്ട് ചെയ്യിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് യൂസിങ് എ റിലേ ആയിരിക്കും. റിലേ എന്താണ്, റിലേ ബേസിക്കലി ഒരു സ്വിച്ച് ആണ്. ഓക്കെ, റിലേ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു സ്വിച്ച് ആണ്. ഇപ്പോൾ ഇത് കാണുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇത് സ്വിച്ച് ആണ്. ഇതിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ദിസ് ഇസ് എന്താണ് എൻ്റെ ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ആന്റിന ക്യാൻ ആക്ട് ആസ്, ഇപ്പോൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ് ഫോർ ട്രാൻസ്മിറ്റിംഗ്, ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ് ഫോർ റിസീവിങ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് റിലേ എന്ന് പറയുന്നത്. ഇതേപോലത്തെ റിലേ യൂണിറ്റ് കാണും, അത് യൂസ് ചെയ്തിട്ടാണ് ആന്റിന ഏത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമിലർലി നോക്കി നമ്മുടെ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. റേഞ്ച് എന്താണ് നമ്മൾ പറയും, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ റേഞ്ച് ഇല്ല എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, ചില പർട്ടിക്കുലർ പോയിന്റ്സിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കത്തില്ല. റീസൺ അത് എന്തൊക്കെ പാരാമീറ്റേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലൈക്ക് നോക്കി, ദ ലൊക്കേഷൻ, ഹൈറ്റ് ആൻഡ് ഡയറക്ടിവിറ്റി ഓഫ് ദ ബേസ് ആന്റിന. ഈ ബേസ് ആന്റിനയുടെ ലൊക്കേഷനെയും അതിൻ്റെ ഹൈറ്റിനെയും
ആസ് വെൽ ആസ് അതിൻ്റെ ഡയറക്ടിവിറ്റി. നമ്മൾ റേഡിയേഷൻ പാറ്റേൺ പറഞ്ഞില്ലേ ഡയറക്ടിവിറ്റിയുടെ കേസിൽ. ഓക്കെ, ആ ഡയറക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബേസ് ആൻറ്റിന ആൻഡ് ട്രാൻസ്മിറ്റഡ് പവേഴ്സ്. ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ട്രാൻസ്മിറ്റഡ് പവേഴ്സ് ഓക്കെ ഓഫ് ദ ബേസ് സ്റ്റേഷൻ ആസ് വെൽ ആസ് ദി മൊബൈൽ യൂണിറ്റ്. ഇതിൻ്റെയും അതിൻ്റെയും ട്രാൻസ്മിറ്റഡ് പവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ട്രാൻസ്മിറ്റഡ് പവർ കൂടുകയാണെങ്കിൽ നമ്മുടെ സിഗ്നൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ പോകണമെങ്കിൽ അറ്റന്യൂറ്റഡ് ആയി പോകത്തില്ല. നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയുക 2-way കമ്മ്യൂണിക്കേഷനെ കേസ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതാണ് സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് സാധാരണ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, അപ്പോൾ സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ ദി വയർഡ് കമ്മ്യൂണിക്കേഷനാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അഡ്വാൻറ്റേജിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രീക്വൻസി റീയൂസ് കേപ്പബിലിറ്റി. നമ്മൾ എന്താണെന്ന് പഠിക്കും. ഓക്കെ, ചെറിയ രീതിയിൽ നമ്മൾ പഠിക്കും. എന്താണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് സെയിം ഫ്രീക്വൻസി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്രീക്വൻസി സപ്പോസ് ഒരേ ഫ്രീക്വൻസി തന്നെ ഇപ്പോൾ ഒരു യൂസറിന് മനസ്സിലാവും, ഒരു മൊബൈൽ യൂസറിന് ഒരു ഫ്രീക്വൻസി ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ യൂസേഴ്സിന് ഓരോ ഫ്രീക്വൻസി കൊടുക്കുകയാണെങ്കിൽ ദർ ഇസ് എ ലിമിറ്റേഷൻ അല്ലേ. ഇപ്പോൾ ഫ്രീക്വൻസി ഓരോ ആൾക്ക് ഓരോ ഫ്രീക്വൻസി കൊടുക്കുകയാണെങ്കിൽ അവിടെ ലിമിറ്റേഷൻ വരും. മനസ്സിലായോ? പക്ഷേ ഇഫ് സെയിം ഫ്രീക്വൻസി ഇപ്പോൾ ഒരു യൂസറിന് ഫ്രീക്വൻസി കൊടുത്തിട്ട് അയാൾ ആ യൂസറെ ഫ്രീക്വൻസി യൂസ് ചെയ്യാത്ത സമയം ഈ ഫ്രീക്വൻസിനെ വേറെ ആൾക്ക് അലോട്ട് ചെയ്യാണ്. അപ്പോൾ സെയിം ഫ്രീക്വൻസി ക്യാൻ ബി റീയൂസ് ബൈ 2 people അറ്റ് വൺസ് അല്ലേ. ഒരാൾക്ക് ഒന്ന് കൊടുക്കുന്നതിന് പകരം അവർ തമ്മിൽ റീയൂസിങ് അല്ലെങ്കിൽ ഷെയറിങ് മെത്തേഡ് വരികയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വരുന്നത്. മനസ്സിലായോ? ആസ് എ നെറ്റ്വർക്ക് പ്രൊവൈഡർ നമുക്ക് അതായിരിക്കും അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി റീയൂസ് കേപ്പബിലിറ്റി നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ വയർലെസ് ആക്സസ് വരുന്നുണ്ട് സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ. പിന്നെ ഇൻക്രീസ്ഡ് ബാറ്ററി ലൈഫ്, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഇൻക്രീസിങ് യൂസേഴ്സ്. കാരണം മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഇപ്പം നമ്മുടെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ പർട്ടിക്കുലർ ടൈം കഴിയുന്ന സമയവും അത്രയും നമ്പർ ഓഫ് യൂസേഴ്സ് കൂടി വരികയാണ്. അപ്പോൾ ഇത്രയും യൂസേഴ്സിന് നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം ഉണ്ടല്ലേ. ഒരു ഫ്രീക്വൻസി റേഞ്ച് നമുക്കുണ്ട്, ബാൻഡ് വിഡ്ത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഈ വരുന്ന എല്ലാ യൂസേഴ്സിനും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് യൂസിങ് ദ സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിന് പല സ്കീംസ് ഒക്കെ നമുക്ക് പഠിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പഠിക്കാനില്ല, ഈ സബ്ജക്റ്റിൽ പഠിക്കാനില്ല. നമുക്ക് വരുന്നതാണ് ലൈക്ക് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, അതേപോലെ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, TDMA ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ലിമിറ്റഡ് സ്പെക്ട്രം ഉണ്ട്. ആ സ്പെക്ട്രത്തിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ യൂസേഴ്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം. അതിനുള്ള ഡിഫറെൻറ്റ് സ്കീംസ് ആണ് ആ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഡിഫറെൻറ്റ് സെല്ലുലാർ സിസ്റ്റംസ്. ഓക്കെ, വി ഹാവ് ഡിഫറെൻറ്റ് സെല്ലുലാർ സിസ്റ്റംസ്. അതാണ് നോക്കി, ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം, സെക്കൻഡ് ജനറേഷൻ ആസ് വെൽ ആസ് ഈ തേർഡ് ജനറേഷൻ സിസ്റ്റം. ഇതാണ് നമ്മുടെ 3 സെല്ലുലാർ സിസ്റ്റം. ആൻഡ് ഇതിൻ്റെ അകത്ത് ഓരോ സെല്ലുലാർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക സംഭവം. ഓക്കെ, ഇൻ കേസ് തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടി. ഓക്കെ, സോ ദ ഡിഫറെൻറ്റ് സെല്ലുലാർ സിസ്റ്റംസ് പറയുന്നത് ആദ്യം വരുന്നത് ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അനലോഗ് സിസ്റ്റംസ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ അല്ലേ. സോ ഇത് പണ്ടത്തെയാണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അനലോഗ് സിസ്റ്റംസ് ആയിരുന്നു. അതിൽ നമുക്ക് 2 സെല്ലുലാർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആദ്യത്തെയാണ് അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സിസ്റ്റം AMPS, വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ USA. Okay, and the total access communication system TACS, which was developed by UK. അപ്പോൾ ഇതാണ് നമ്മുടെ 2 അനലോഗ് സെല്ലുലാർ സ്റ്റാൻഡേർഡ്സ് which was developed. Okay, which comes under the category of first generation cellular systems. രണ്ടാമത്തെ വരുന്നതാണ് സെക്കൻഡ് ജനറേഷൻ. ഓക്കെ, അതിൽ വരുന്നത് ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് അനലോഗ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ സിസ്റ്റം ആണ്. ഓക്കെ, നമ്മളിവിടെ AMPS പറഞ്ഞില്ലേ, അതിൻ്റെ ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആണ്. അതായത് ഡിജിറ്റൽ AMPS DAMS, which was developed by again USA, and also Global System for Mobile Communication GSM കേട്ടിട്ടുണ്ടാവുന്നില്ല. ഓക്കെ, which was developed by Europe. ഓക്കെ, നമ്മൾ ഇതിനെ പറ്റി പഠിക്കും GSM എന്താണ്. ഓക്കെ, ഇനി വരുന്നത് തേർഡ് ജനറേഷൻ. അപ്പോൾ തേർഡ് ജനറേഷനിൽ വരുന്നതാണ് എഗെയിൻ നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് അല്ലേ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിസ്റ്റം എലോങ് വിത്ത് റോമിംഗ് കേപ്പബിലിറ്റി. ഇപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് എങ്ങോട്ട് പോയാലും നമുക്ക് റോമിംഗ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് തേർഡ് ജനറേഷൻ സിസ്റ്റം. സോ ദിസ് ഇൻക്ലൂഡ്സ് ഡിജിറ്റൽ സിസ്റ്റം പ്ലസ് എന്താണ് റോമിംഗ് കേപ്പബിലിറ്റി അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ അവിടെ വരുന്ന 2 സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കിയാൽ ഇന്റർനാഷണൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർനാഷണൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് IMT 2000, ആൻഡ് ഓൾസോ യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, UMTS, which was developed by Europe. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ജനറേഷൻ സിസ്റ്റംസും അതിൻ്റെ കറസ്പോണ്ടിങ് മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സും വരുന്നത്. ഓക്കെ.
ദി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് GSM എന്ന് പറയുന്നത്. ഇതെന്തായിരുന്നു? ഇത് വൺ ടൈപ്പ് ഓഫ് സെല്ലുലാർ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതിനെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ആർക്കിടെക്ചർ വയ്ക്കണം. ഓക്കെ, ഈ ആർക്കിടെക്ചറിൽ നമ്മൾ 3 കമ്പോണൻസ് ആണ്, അല്ല 4 കമ്പോണൻസ് ആണ് ആക്ച്വലി പറയുന്നത്. സോ ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ ആൻഡ് ദിസ് വൺ, അങ്ങനെ 4 പാർട്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ GSM അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ സംഭവത്തിന്. ഓക്കെ, ദിസ് ഇസ് ദി ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറയുന്ന സമയത്ത് നമ്മൾ പല ടൈപ്സ് മൊബൈൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞില്ലേ അല്ലേ? അപ്പോൾ ഈ എല്ലാ മൊബൈൽ സ്റ്റാൻഡേർഡ്സും വർക്ക് ചെയ്യുന്നത് ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? നമ്മുടെ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കീമിലാണ് ഈ എല്ലാ സ്റ്റാൻഡേർഡ്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബേസിക് ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ആക്ച്വലി എല്ലാം സിമിലർ ആണ് ഏകദേശം. പക്ഷേ ഈ ഓരോ സ്റ്റാൻഡേർഡിലും വരുന്ന ഡിഫറൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് വൈസ് AMBS ഉണ്ട്, DMBS ഉണ്ട്, GSM ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്താണ്, അതേപോലെ ഇതിൻ്റെ ബേസിക് ഓർഗനൈസേഷൻ എന്താണ്, ഇതിലേക്കായിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ, ഇതിലേക്കായിരിക്കും ചേഞ്ച് വരാൻ പോകുന്നത്. അപ്പോൾ GSMൻ്റെ കാര്യം നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറോട് കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ കമ്പോണൻസ് എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും പറയാൻ പോകുന്നത്. Okay, so basically in the architecture consists of mobile station. See, ഇതാണ് എൻ്റെ mobile station എന്ന് പറയുന്നത്. Okay, we have a mobile station here. Okay, and next one നമ്മൾ MS എന്ന് പറയും. പിന്നെ we have a base transceiver station, BTS. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, BTS. അപ്പോൾ ഇവിടെ 3 BTS വന്നു, അത് 3 കണക്ട് ചെയ്തിരിക്കുന്ന ഒരു BSC ആണ്. Okay, BSC എന്ന് പറയുന്നത് ഒരു ബേസ് സ്റ്റേഷൻ കൺട്രോളർ. Okay, so different BTS will be connected to BSCs. ഓക്കെ, എന്നിട്ട് അത് ഫോം ചെയ്യുന്ന നമുക്ക് ഈ BTS പ്ലസ് BSC ഫോം ചെയ്യുന്ന ഈ സ്ട്രക്ചറിനെയാണ് ഒരു BSS എന്ന് പറയുന്നത്. ഓക്കെ, BSS എന്ന് പറയുന്നതാണ് ഒരു ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു BSS ആൻഡ് ദിസ് ഇസ് അനദർ BSS ഫോർ BSS 1 ആൻഡ് BSS 2. അതിൽ നോക്കി ഇവിടെ ഒരു BTS ഉള്ള ഒരു BSC, ഇവിടെ 3 BTSും ഒരു BSC ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കണക്റ്റഡ് ടു സംതിങ് കൊല്ലാസ്. ഈ കമ്പോണൻ്റ് ആണ് ഒരു നെറ്റ്വർക്ക് സബ്സിസ്റ്റം. ഓക്കെ, സോ നെറ്റ്വർക്ക് സബ്സിസ്റ്റം ആണ് എൻ്റെ 4ാമത്തെ മെയിൻ കമ്പോണൻറ്റ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കി HLR, VLR, EIR കുറേ കമ്പോണൻസ് ഉണ്ട്, കുറേ രജിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് MSCയിലോട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ മൊബൈൽ സ്റ്റേഷൻ കൺട്രോളർ എന്ത് ചെയ്യും, ഇത് നേരെ കണക്ട് ചെയ്തിരിക്കുന്ന നോക്കി PST ആണ്. PST എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറയും, വിച്ച് ഇസ് എ ഫിക്സഡ് നെറ്റ്വർക്ക്. ഒരു ഫിക്സഡ് നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ PST. അപ്പോൾ ബേസിക്കലി നെറ്റ്വർക്ക് സബ്സിസ്റ്റം എന്താ ചെയ്യുന്നത്, നമ്മുടെ BSSനെയും PSTനെയും ഇടയ്ക്ക് ഇന്റർകണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, ഇനി ഓരോ സംഭവങ്ങൾ എന്താണ് അതിൻ്റെ പർപ്പസ് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നതാണ് എൻ്റെ മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എൻ്റെ ഫൈനൽ ഡിവൈസ് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത്. ഓക്കെ, മൊബൈലിൻ്റെ അകത്ത് നമ്മൾ 2 പാർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മൊബൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊബൈലിൻ്റെ അകത്ത് നമ്മൾ കോൾ വിളിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് സിം ഇൻസേർട്ട് ചെയ്യണം അല്ലേ? ആ സിമ്മിൻ്റെ ഫുൾ ഫോം നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഓക്കെ, സിം ഇസ് കോൾഡ് ആസ് എ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊബൈൽ. ഓക്കെ, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിൻ്റെ കൂടെ നമ്മളൊരു സിം യൂസ് ചെയ്യണം. ഓക്കെ, ഈ സിം എന്ന് പറയുന്നത് സിമ്മിൻ്റെ അകത്തൊരു നമ്പർ ഉണ്ടാവുമല്ലോ അല്ല, നമുക്ക് ഓരോരുത്തർക്ക് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ IMSI നമ്പർ എന്നാണ് പറയുന്നത്. അതായത് ഐഡൻറ്റിറ്റി, അതായത് ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി. ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി നമ്പറാണ് IMSI. അപ്പോൾ ആ ഓരോ നമ്പേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ സബ്സ്ക്രൈബറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയില്ലേ? അല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ യുണീക്ക് മൊബൈൽ നമ്പേഴ്സ് ആയിരിക്കും, അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സിമിലർലി നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന സിം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സിം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് യൂസ് ഫോർ സെക്യൂരിറ്റി ഓതൻറ്റിക്കേഷൻ ഓഫ് ദ യൂസർ സോ ദാറ്റ് ഹി ക്യാൻ ഹാവ് ആക്സസ് ടു ഓൾ ദി സബ്സ്ക്രൈബ്ഡ് നെറ്റ്വർക്ക്സ്. എല്ലാ സബ്സ്ക്രിപ്ഷൻസും അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ സിം യൂസ് ചെയ്യുന്നത്. സിമിലർലി ഒരു മൊബൈലിൽ നമ്മൾ IMEI നമ്പർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ഇൻ്റർനാഷണൽ മൊബൈൽ ഇക്വിപ്മെൻറ്റ് നമ്പർ. അതായത് ഓരോ മൊബൈലിലും ഇൻബിൽറ്റ് ആയിട്ട് ഒരു IMEI നമ്പർ ഉണ്ടാവും. അത് വെച്ചിട്ട് എൻ്റെ മൊബൈലിനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതൊക്കെ കേസ് നമ്മൾ മൊബൈലിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റോളിനായി പോകാം, മൊബൈലൊക്കെ ഇങ്ങനെ കളഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഈ IMEI നമ്പർ വെച്ചിട്ട് ആ ഡിവൈസിലേക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് IMEI നമ്പർ. അപ്പോൾ വി ഹാവ് 2 numbers, IMSI നമ്പർ, IMEI നമ്പർ ഉണ്ട്. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് ദേ ആർ ബോത്ത് യൂസ് ഫോർ എന്താണ്, ഫോർ ദ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫ് ദി സബ്സ്ക്രൈബർ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി മൊബൈൽ സ്റ്റേഷൻ. ഇനി മൂവിങ് ഓൺ ടു ദി ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. ഈ പാർട്ട് കഴിഞ്ഞിട്ട് മൊബൈൽ നമ്മുടെ BSS എന്ന് പറയുന്നത് എഗെയിൻ നോക്കി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് BSCs ആൻഡ് BTS. അപ്പോൾ BSCയും BTSും കൂടെ കംപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ BSCയുടെ പർപ്പസ് എന്താണ്, BSC നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ എന്തായാലും നമുക്കറിയാം BSC എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ BTSനെയും കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഡിവൈസ് ആണ്. സോ ഇറ്റ് മാനേജസ് ദ റിസോഴ്സസ് ബിറ്റ്വീൻ
the different BTSs അങ്ങനെ പറയാലോ അല്ലെ പല BTSന് ആവശ്യമുള്ള റിസോഴ്സ് മാനേജ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് BSc എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ BSc will be acting as a communication between ഒരു ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ ദി നോക്കി നമ്മുടെ മൊബൈൽ സബ് സിസ്റ്റമിൻ്റെയും നമ്മൾ BTSന് ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഇന്റർലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. Okay, so group of in connection between MS and MSc, which is a mobile switching center. MSc and mobile switching center. അതിനിടയിൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത് നമ്മുടെ BSc. രണ്ടാമത് വരുന്നത് എന്താണ് BTS, which is the എന്താ പറയുന്നത് നമ്മൾ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ അല്ലേ. നമ്മുടെ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ പറയുമ്പോൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യും, വിച്ച് ആർ ബേസ് സ്റ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ആ BTS എന്ന് പറയുമ്പോൾ എന്താ യൂസ് ചെയ്യുന്നത്? BTS എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് BTS വിൽ ബി കൺട്രോൾഡ് ബൈ BSc. നമുക്ക് ഒരു എൻ്റയർ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഓക്കെ, നമുക്കൊരു ടോട്ടൽ ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ് നമ്മൾ ഡിഫറെൻറ്റ് സെൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഇപ്പോൾ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്ര ഏരിയ ആണുള്ളത്, അതിന് നമ്മൾ ഓരോ സെൽസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലിൻ്റെ നടുക്ക് ഞാൻ ഒരു BTSനെ മാനേജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ലൊക്കേഷനകത്തുള്ള സ്ഥലം എന്താണോ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു BTS ആയിരിക്കും. മനസ്സിലായി? നമ്മുടെ ഫുൾ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ നമ്മൾ ഇമാജിനറി സെൽസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതേപോലെ അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന 7 സെൽസ് ഉണ്ടാവും. അവർ ആ ഒരു ഗ്രൂപ്പിലായിരിക്കും കണക്ട് ആയിരിക്കുന്നത്. സി ദിസ് വേ, ഇതേപോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 1 2 3 4 സി ഒരു സെൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇന്റർകണക്റ്റഡ് ബിറ്റ്വീൻ 1 2 3 4 5 6 7 7 സെൽസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ട് പറയുന്നത്. ഇതെല്ലാം ഒരു ഏരിയ ആണ്. ആൻഡ് ഈ ഓരോ സെല്ലിൻ്റെ നടുക്ക് നമ്മൾ ഓരോ BTS പറയും. ആൻഡ് ഈ BTS എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഒരു BSc ആണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ സെല്ലിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മുടെ നെക്സ്റ്റ് വൺ വരുന്നതാണ് നമ്മുടെ സബ് സിസ്റ്റം. ഓക്കെ, സോ നമ്മൾ BSS മൊബൈൽ സ്റ്റേഷൻ പറ്റി പഠിച്ചു, BSSനെ പറ്റി പഠിച്ചു. ഇനി നെറ്റ്വർക്ക് സബ് സിസ്റ്റം. സോ നെറ്റ്വർക്ക് സബ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ സെൻട്രൽ കമ്പോണന്റ് എന്താണ്? ഒരു MSc, വിച്ച് ഇസ് മൈ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. Okay, it is a switching center ആണ് central component and it integrates. ഇപ്പോൾ നോക്കിയേ HLR, VLR, EIR, AUC, നെറ്റ്വർക്ക് മാനേജ്മെന്റ് അങ്ങനെ പല കമ്പോണൻസിനെയും അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്വിച്ച് മെക്കാനിസത്തിനോട് നടക്കുന്നത്. ഇതിൽ ഓരോ നോക്കുക. ആദ്യം MSc എന്താണ്? MSc ഈസ് മൈ സെൻട്രൽ കമ്പോണൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ഫങ്ഷണാലിറ്റീസ് ടു ഹാൻഡിൽ എ സബ്സ്ക്രൈബർ. അതിൽ വരുന്ന ഒരു സബ്സ്ക്രൈബറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചില ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ്? ലൈക്ക് നോക്കിയേ, രജിസ്ട്രേഷൻ, ഓതൻറ്റിക്കേഷൻ, കോൾ റൂട്ടിംഗ്, അതേപോലത്തെ പല ഫങ്ഷണാലിറ്റീസ് ആണ് ആര് ചെയ്യുന്നത്? അങ്ങനത്തെ പല ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻ്റെ MSc എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് കണക്ഷൻ ടു ഫിക്സഡ് നെറ്റ്വർക്ക്സ്. നോക്കിയേ, ഓൾസോ MSc എന്നല്ല ഡയറക്റ്റ് ആയിട്ട് നോക്കിയേ PSTN, വിച്ച് ഇസ് മൈ ഫിക്സഡ് നെറ്റ്വർക്ക്. ഒരു ഫിക്സഡ് നെറ്റ്വർക്കിലോട് കണക്ഷൻ പോകുന്നതും വയ MSc അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് MScയുടെ കേസ്. ഇനി നോക്കിയേ, വി ഹാവ് HLR. HLR ഇസ് ദി ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഓക്കെ, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ പറയുമ്പോൾ അത് രജിസ്റ്റർ ആണ്. രജിസ്റ്റർ ആകുമ്പോൾ അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും? സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അവർ ഈ GSM-ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറേ ഡീറ്റെയിൽസ് കൊടുക്കത്തില്ലേ? ആ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേപോലെ ആ യൂസറിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതൊക്കെ ആരെടുത്തായിരിക്കുന്നത്? ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദി ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. സിമിലർലി വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് നോക്കിയേ, ഇപ്പോൾ ഒരു യൂസർ ട്രാവൽ ചെയ്യാണ്. മനസ്സിലാവും? ഒരു യൂസർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ ഈ ഓരോ സെല്ലിൽ, ഇപ്പോൾ ഒരു യൂസർ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഓരോ സെല്ലിൽ നിന്ന് മാറില്ല എങ്ങനെ വരുന്നത് അല്ലേ? മാറി വരും. കാരണം ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മാറുന്നവരും സെല്ല് മാറിക്കൊണ്ട് വരും. അപ്പോൾ ഇവരുടെ കൺട്രോൾ ഇങ്ങനെ മാറി ഇവിടുത്തെ BTS മാറി വരും. അപ്പോൾ വിസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ട്രിപ്പിന് വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സപ്പോസ് കേരളത്തിൽ നമ്മൾ കർണാടക പോകുന്ന സമയത്ത് നമ്മുടെ റോമിംഗ് മാറത്തില്ലേ, എന്ന് വെച്ചാൽ റീജിയൻ മാറത്തില്ലേ? ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റഡ് റീജിയൻ മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കർണാടകയിൽ പോകുന്ന സമയത്ത് നമ്മൾ വിസിറ്റേഴ്സാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഫോർ ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് സബ്സ്ക്രൈബർ ഡേറ്റ, ലൈക്ക് എന്താണ് ലൊക്കേഷൻ, എന്താണ് അവരുടെ GSM-ലോട്ട് രജിസ്റ്റർ ചെയ്ത വാല്യൂസ്, എന്താണ് ആ ഡേറ്റാസ് ഒക്കെ തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് വിത്തിൻ ദിസ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളുടെ നമ്മൾ രജിസ്റ്റർ ചെയ്തത് കേരളത്തിലാണ്. അപ്പോൾ അവർ ഡേറ്റ മൊത്തം ആ കറസ്പോണ്ടിങ് ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ കാണും, ആ ലൊക്കേഷനിൽ. ഇനി അവർ കർണാടകയിലോട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ സെല്ലിൽ എന്തുണ്ടാവും? ഈ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിൻ്റെ അകത്ത് അവിടുത്തെ ഡീറ്റെയിൽസ് തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ MSc along with HLR and VLR രണ്ടും കൂടെ മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ കോൾ റൂട്ടിംഗ് ആൻഡ് റോമിംഗ് കേപ്പബിലിറ്റി കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം കേരളത്തിൽ നമ്മൾ കർണാടകയിൽ പോകുന്ന സമയത്ത് നമുക്ക് റോമിംഗ് ആവശ്യം വരും അല്ലേ? ഇപ്പോൾ റോമിംഗ് ആക്ടിവേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷനാലിറ്റി എല്ലാം ചെയ്യുന്നത് യൂസിങ് ഈ മൂന്നെണ്ണമാണ്. മനസ്സിലായ? ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ നിന്ന് നമ്മൾ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിലോട്ട് ഡേറ്റ മാറ്റണം. ഓക്കെ, എന്നിട്ട് MSc യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ള ഫംഗ്ഷനാലിറ്റീസ് അവിടെ നമുക്ക് കോൾ റൂട്ടിംഗ് റോമിംഗ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ,
അപ്പം ഇനി വരുന്നത് ബാക്കിയുള്ള കമ്പൗണ്ട്സ് നോക്കി. EIR എന്ന് പറയുന്നത് ഇക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ. ഓക്കെ, ഇക്വിപ്മെന്റ് ഐഡന്റിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്യും. പിന്നെ EIR വിച്ച് ഇസ് ഫോർ സെക്യൂരിറ്റി പർപ്പസ്, EIR നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഓതന്റിക്കേഷൻ, AUC എന്ന് പറയുമ്പോൾ ഓതന്റിക്കേഷൻ സെന്റർ, നമ്മൾ ഓതന്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് കമ്പോണൻസ് വിച്ച് കമ്മിങ് അണ്ടർ നെറ്റ്വർക്ക് സബ് സിസ്റ്റം. എന്നിട്ട് ഈ വരുന്ന ഡേറ്റ് നേരെ കണക്ട് ചെയ്ത് നോക്കി നമ്മുടെ ഫിക്സഡ് നെറ്റ്വർക്കിലോട്ട്. ദാറ്റ് ഇസ് ലാസ്റ്റ് കമ്പോണന്റ്. സോ ദിസ് ഇസ് എ ബേസിക് ആർക്കിടെക്ചർ ഓഫ് GSM എന്ന് പറയുന്നത്. നമ്മൾ GSM എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതേപോലെ വരുന്ന ഒരു പുതിയ സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ CDMA എന്ന് പറയുന്നത്. അതായത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, CDMA അല്ലെങ്കിൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ആൻഡ് GSM-ൽ നിന്ന് വരുന്ന വേരിയേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് ആക്ച്വലി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾക്ക് അത്രയ്ക്കും അഡ്വാൻസ് രീതിയിൽ പഠിക്കേണ്ട കാര്യമില്ല ഇവിടെ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് CDMA-യുടെ കുറച്ച് തിയറി എന്താണോ അത് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നേക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കുക, കാണാണ്ട് പഠിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം അതേപോലെ എഴുതുകയും ചെയ്യാം. ഓക്കെ, അത്രയ്ക്ക് അഡ്വാൻസ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ CDMA-യുടെ കാര്യം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈവൻ GSM ആയാലും പോലും. ഓക്കെ, ബേസിക് ആയിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ CDMA-യുടെ കേസിൽ ഇപ്പോൾ GSM-ന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമുക്കൊരു സ്പെക്ട്രം ഉണ്ട് അല്ലേ. വി ഹാവ് എ സ്പെക്ട്രം എന്ന് വെച്ചാൽ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഇത്രയും ഫ്രീക്വൻസി റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ഇതിനെ ഞാൻ പറയുന്നത് ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഒരു ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം, ഫ്രീക്വൻസി സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് GSM എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞ് നാരോ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ യൂസറിനും ഓരോ ചാനൽ കൊടുക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അവർ വയ ആ ചാനലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ദർ ഇസ് എ ലിമിറ്റേഷൻ ഓൺ ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എൻറ്റയർ ബാൻഡ് വിഡ്ത്ത് വിൽ ബി അവൈലബിൾ ടു ദ യൂസർ. ഈ ഹോൾ ബാൻഡ് വിഡ്ത്തും അതേപോലെ അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് ഓരോ യൂസേഴ്സിന് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി അവർ ഓരോ മെക്കാനിസം ചെയ്യും. സെയിം ബാൻഡ് വിഡ്ത്തിൻ്റെ മൊത്തം ആ ഒരു കേപ്പബിലിറ്റി തന്നെ എല്ലാ യൂസേഴ്സിനും കിട്ടുന്ന രീതിയിൽ അവരൊരു ടെക്നോളജിയോടെ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് CDMA എന്ന് പറയുന്നത്. ഈ ജസ്റ്റ് ആ പോർഷൻ ഒന്ന് വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്ക് ടു ഒരു പോർഷൻ കൂടെ ഉണ്ട്. നമ്മൾ GSM പഠിച്ചില്ലേ, GSM-ന്റെ ബേസിക് അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ്, വി ആർ യൂസിങ് സിം കാർഡ് യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഈവൻ ഇഫ് എനിക്ക് മൊബൈൽ മാറ്റണമെങ്കിൽ പോലും നമ്മൾ നമ്പർ മാറ്റേണ്ട കാര്യമുണ്ടോ ഇല്ല. ജസ്റ്റ് സിം മാറ്റുകയാണെങ്കിൽ എനിക്ക് ഡിഫറെൻറ്റ് ഹാൻഡ്സെറ്റ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ആസ് പെർ ആവിൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഹൈ ടോക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ദ ഡിവൈസ് വിൽ ബി ഹൈ റോബസ്റ്റ് ഇൻ നേച്ചർ. അതേപോലെ യൂസ് ഓഫ് റിപ്പീറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്തിനാണ് യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളിത് ഇവിടെ നിന്നാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഡേറ്റ കുറേ ദൂരം പോകുന്ന സമയത്ത് സപ്പോസ് ആ സിഗ്നൽ ഇങ്ങനെ എത്തുന്ന സിഗ്നലിന് കുറച്ചത് വീക്കൻ ആവുകയാണെങ്കിൽ ആ സിഗ്നലിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് സംതിങ് കോൾഡ് ആസ് റിപ്പീറ്റേഴ്സ്. അതിനാണ് ഞാൻ റിപ്പീറ്റർ എന്ന് യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംപ്ലിഫയറിനൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ റിസീവർ സ്റ്റേഷനിലോട്ട് വരും. Okay, so such repeaters can be used in the case of GSM. Okay, so that's your last topic in this module, and this is also the end of your electronic section. And so this is the last topic in this module.